ഹായ് എവ്രി വൺ. ഇന്ന് നമ്മുടെ ചാനലിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പോഡ്കാസ്റ്റ് സീരീസ്. IWB ടാക്സ് ആണ് അതിൻ്റെ പേര്. ഈ IWB എന്നുള്ള ബ്രാൻഡ് ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഐ വാന ബിൽഡ്. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് നമുക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മനു ഫ്രാൻസിസ് ആണ്. CS മനു ഫ്രാൻസിസ്. മനു ഒരു കമ്പനി സെക്രട്ടറിയാണ്. സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ആണ്. മെയിൻലി ഫണ്ടിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലിസ്റ്റിംഗ് മാറ്റേഴ്സിനൊക്കെ സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. മനു GHC ഗ്രോത്ത് ലാബ് എന്നുള്ള കമ്പനിയുടെ ഒരു ഫൗണ്ടറും CEOയും കൂടിയാണ്. സോ വെൽക്കം മനു, വെൽക്കം ടു ദ IWB ടോക്സ്. താങ്ക് യു ഷഹീൻ. മനുവിനെ പറ്റി പറയുകയാണെങ്കിൽ മനു എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. ഞാനൊരു 1.5 വർഷമായിട്ട് മനുവിനെ അറിയാം. നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മനുവാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക്സും നമ്മുടെ കോഫൗണ്ടേഴ്സ് തമ്മിലുള്ള കോഫൗണ്ടർ എഗ്രിമെൻറ്റും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് മനുവാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് മനുവിനെ നമ്മൾ ഒരു ഫസ്റ്റ് എപ്പിസോഡിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. സോ ഒഫീഷ്യലി മനു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷഹീൻ. സോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡയറക്ഷൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഐ ഗസ് മനുവിനും അതുപോലത്തെ ക്വസ്റ്റ്യൻസ് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു ഐഡിയയിൽ നിന്ന് ഒരു രജിസ്ട്രേഷനൊക്കെ ചെയ്തൊരു സ്റ്റാർട്ടപ്പിൽ നിന്ന് പിന്നെ ഒരു കോഫൗണ്ടറെ കൊണ്ടുവന്നു, കോഫൗണ്ടറിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ലാസ്റ്റ് ഒരു എംപ്ലോയി വന്ന് എംപ്ലോയിക്ക് ESOP കൊടുക്കുന്ന വരെയുള്ളൊരു സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു കൺവെർസേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഈ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു ടോക്ക് ഷോ ലെവൽ സാധനങ്ങളുടെ ഹോസ്റ്റായിട്ട് ആദ്യമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, അത് എക്സ്ക്യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ് എന്നുള്ളത്, മനുവിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്താണ്? എനിക്ക് മനുവിനെ നന്നായിട്ട് അറിയാം, പക്ഷേ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്നുള്ളത്. പ്രൊഫഷണലി ഞാനൊരു കമ്പനി സെക്രട്ടറിയാണ്. അതിനേക്കാൾ ഉപരി കുറേ കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ടപ്സിന് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തേക്കാണ്. ആക്ച്വലി ഞാൻ ഈ എക്കോസിസ്റ്റത്തിൽ വളരെ പുതിയൊരാളായിരുന്നു. അപ്പോഴൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലായത്. അതായത് ഒരു ഐഡിയ മുതൽ ഒരു ഫണ്ട് റൈസിങ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് വരെയുള്ള ഏരിയാസിൻ്റെ നീഷായിട്ടുള്ള കുറച്ച് കൺസൾട്ടിങ്ങിനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി GHC ഗ്രോത്ത് ലാബ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ക്യാപ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നും കൺസൾട്ട് ചെയ്യാം, എപ്പോഴും കൺസൾട്ട് ചെയ്യാം ത്രൂ ഒരു പ്ലാറ്റ്ഫോം. ആ ഒരു മോഡലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ടപ്സിന് എക്സ്ക്ലൂസീവ് കൺസൾട്ടിങ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ മോഡലുള്ള ഒരു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ GHC ഗ്രോത്ത് ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു സിംഗിൾ വിൻഡോ. അതായത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ കമ്പനി സെക്രട്ടറീസും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ അത്ര ആക്സസിബിൾ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഇനീഷ്യലി എൻ്റെ കരിയറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ അപ്രോച്ച് ചെയ്യുന്ന ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷേ അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് അറിയില്ല. അവരുടെ ഒരു അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവും, മേ ബി അവിടെ ഒരു കോസ്റ്റ് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മേ ബി അതൊരു സിംഗിൾ ഇൻ്റർഫേസ് ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസോ എടുത്തിട്ട് നമുക്കത് അവെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് സംഭവം. അതെ. അവിടെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, അതേപോലെ കോറായിട്ടുള്ള സർവീസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് സർവീസുകളും അതിൽ കൊണ്ടുവരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ഒരു സിംഗിൾ വിൻഡോ സൊല്യൂഷൻ പോലെയാണ് ഗ്രോത്ത് ലാബിൻ്റെ പ്ലാറ്റ്ഫോം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ എക്സ്പെർട്ടൈസും ഒരു സിംഗിൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ പോലുള്ള ഓൺടർപ്രണേഴ്സിന് അത് ആക്സസ് ചെയ്യാനും തീർച്ചയായും. നൈസ്. സോ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലോട്ട് കിടക്കാം. ഇതിൽ ഒരു ഐഡിയലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം സ്റ്റാർട്ടപ്പിനെ പറ്റിയാണ്. അതെ. അപ്പോൾ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് എന്താണ്? അതായത് നമ്മൾ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും സ്റ്റാർട്ടപ്പാണോ? കാരണം അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ, ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അത്ര ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ മനു ആണ് അത് പറയാൻ ഏറ്റവും ഇതുള്ള ആൾ. അപ്പോൾ വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ്? ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പോൾ നോർമലി എപ്പോഴും പറയുക ന്യൂലി ഇൻകോർപ്പറേറ്റഡ് കമ്പനി അല്ലെങ്കിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാത്തിനും സ്റ്റാർട്ടപ്പ് എന്ന് ക്ലീഷായിട്ട് എല്ലാവരും പറയും. പ്യുവർ ഡെഫിനേഷൻ പറയുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെൻഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്. അതല്ലെങ്കിൽ ഇന്നോവേഷൻ വേണമെന്നില്ല, ഒരു കൺവീനിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയാം. അൾട്ടിമേറ്റ്ലി സ്കെയിലബിലിറ്റി ആൻഡ് ടെക്നോളജി ബാക്കിംഗ്, ഈ രണ്ട് പോയിന്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോവും. അപ്പോൾ ഇന്നോവേഷനോ ഇൻവെൻഷനോ ഓർ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഏതെങ്കിലും എലിമെൻറ്റ് വരികയും പ്ലസ് സ്കെയിലബിലിറ്റി വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും ടെക്നോളജി വേണം. ഇപ്പോൾ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ AI സപ്പോർട്ടും വേണം. അതിനാണ് പ്യുവർലി നമുക്കൊരു സ്റ്റാർട്ടപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ കുറച്ചൊരു എക്സാമ്പിൾ വൈസ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് വരികയാണെങ്കിൽ, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു സ്റ്റാർട്ടപ്പ് അല്ല. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് അഗ്രിഗേറ്റർ ആപ്പ് സ്വിഗ്ഗി, സൊമാറ്റോ എന്നുള്ളതൊക്കെ ഒരു ഒരു സ്റ്റാർട്ടപ്പാണ്. കാരണം അതിൻ്റെ സ്കെയിലബിലിറ്റി, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലോട്ട് സ്കെയിൽ ചെയ്യാൻ ഒരുപാട് മേ ബി ആ സെയിം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ സിമിലർ കോസ്റ്റ് അവിടെ വേണ്ടി വരും. പക്ഷേ ഒരു ടെക്നോളജി പ്രൊഡക്റ്റ് ചിലപ്പം സ്വിഗ്ഗി
ഇന്ത്യയിൽ നമ്മുടെ കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അങ്ങനെ വേറെ സിറ്റീസിലോട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയർ ഫോർ ദം. ഓൾസോ മേ ബി ഇൻ്റർനാഷണലി സ്കെയിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആമസോണൊക്കെ വേൾഡ് വൈഡുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു സ്കെയിലബിലിറ്റിയും അതിൻ്റെ ഒരു ഇഫ് പോസിബിൾ അതിലൊരു ഇൻവെൻഷനോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് ലെവലിൽ എനിക്ക് തോന്നുന്നു എല്ലാ കമ്പനീസിനും സ്റ്റാർട്ടപ്പായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആർക്കും രജിസ്റ്റർ ചെയ്യാം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള പോലെ ആണെന്ന് തോന്നുന്നു. ഓക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് തിങ്, എൻ്റെ സ്റ്റാർട്ടപ്പിൽ എനിക്കൊരു ഐഡിയ വന്നു. ഈ ഐഡിയ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലൊക്കെ ചിലപ്പം അടിപൊളി ഐഡിയ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് നമ്മളെങ്ങനെ വാലിഡേറ്റ് ചെയ്യും? ഒരു ബിസിനസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ടെക്നിക്കലി നമ്മൾ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം, ഫീസിബിലിറ്റി ചെക്കിംഗ് എന്നാണ് പറയുക. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഫീസിബിലിറ്റി എന്തോരമുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീസിബിലിറ്റി എങ്ങനെയുണ്ട്, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വയബിലിറ്റി എങ്ങനെയുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസിന് ആദ്യം ഒരു ഉത്തരം കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാസ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുകയാണ്, ഒരു ആപ്പ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യണം, കോമ്പറ്റീറ്ററെ പറ്റി പഠിക്കണം, അൾട്ടിമേറ്റ്ലി ടെക്നിക്കൽ എക്സ്പേർട്ടിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഷാഹിൻ ഒരുപാട് ആളുകളെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാസ് പ്ലാറ്റ്ഫോം. എൻ്റെ തന്നെ ഇനീഷ്യൽ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഷാഹിനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെക്നിക്കൽ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ആ ഇവാലുവേഷൻ ചെയ്തതിന് ശേഷമാണ് ആ ഒരു പ്രൊഡക്റ്റ് ഫിറ്റ് നമ്മൾ അസസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യണം, നമ്മുടെ ഒരു യൂണിക്നെസ് എന്താണ്, നമ്മുടെ USP എന്താണെന്ന് അസസ് ചെയ്തിട്ട് നമ്മുടെ നീഷായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ശേഷം മാത്രമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഫൈനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയും. അതായത് എത്ര ഫണ്ട് നമുക്ക് വേണം. അൾട്ടിമേറ്റ്ലി എല്ലാ ബിസിനസ്സും നമ്മൾ സർവൈവ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയാണ്. നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ ചെയ്യാനായിട്ട് എത്ര പൈസ വേണ്ടി വരും, അതുപോലെ മാർക്കറ്റിങ്ങിൽ എന്ത് വേണ്ടി വരും. അപ്പോൾ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിയും കൂടി ഇതിൻ്റെ കൂടെ എന്താ പറയുക ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ലോഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യമേ കയറിയിട്ട് നമ്മൾ എൻറ്റിറ്റിയിലേക്ക് പോവുകയല്ല വേണ്ടത്. ഇത്രയും 4 ഏരിയാസ് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇനീഷ്യലി ഒരു പഠനം നിർബന്ധമായിട്ട്. എനിക്ക് തോന്നുന്നു പലരും എന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു ആപ്പ് വേണം, ഫുഡ് ഡെലിവറി ആപ്പ്, എത്ര രൂപയാവും? അതാണ് അവരുടെ ഒരു ക്വസ്റ്റ്യൻ. നേരെ ഒരു ഡെലിവറി ആപ്പ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഐഡിയ നല്ലതായിരിക്കും, പക്ഷേ ചിലപ്പോൾ അവരുടെ എക്സിക്യൂഷൻ ഫെയിൽ ആവാനുള്ള കാരണം അവരുടെ പ്ലാനിങ്ങിലുള്ള ഫെയിലിയർ ആണ്. അപ്പോൾ ഐഡിയ പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഇൻവോൾവ് ദ കൺസൾട്ടൻറ്റ് ഫ്യൂ പീപ്പിൾ, മേ ബി അറിയുന്ന ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പർ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നമുക്കൊരു ഐഡിയ ആയെന്ന് വിചാരിക്കാം. ഐഡിയ ആയിട്ട് ഇതിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് MVP, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് എ മിനിമം വയബിൾ പ്രൊഡക്റ്റ്? ഇനീഷ്യലി നമ്മളൊരു ഐഡിയനെ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കസ്റ്റമർ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു പോയിന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പൊസിഷനാണ് MVP എന്ന് പറയാൻ പറ്റുക. നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഫിറ്റായിട്ട് ഇറക്കി, പക്ഷേ കസ്റ്റമർ റെസ്പോൺസും കൂടി കിട്ടണം. അപ്പോൾ കസ്റ്റമറെ അക്വിസിഷൻ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് മോഡൽ ആയി കഴിഞ്ഞാൽ MVP അല്ലെങ്കിൽ നമുക്കൊരു ബീറ്റാ വെർഷൻ. മേ ബി എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയക്കൊക്കെ ഭയങ്കര ഓവർ എഞ്ചിനീയർഡ് വേർഷൻ ഉണ്ടാക്കുന്നതിന് പകരം വളരെ സിമ്പിൾ വേർഷൻ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാം. എക്സാക്ട്ലി. കാരണം ആ ഒരു പ്രീമിയം ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് വലിയ സാസ് പ്ലാറ്റ്ഫോമോ പ്രൊഡക്റ്റ് ആണെങ്കിലും ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും കറക്ഷൻസും ടെസ്റ്റിങ്ങും ആണ് ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി. കാരണം ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വളരെ ഷോർട്ട് വിൻഡോ സമയം വെക്കും, ഒരു മേ ബി 1 month 1.5 monthനുള്ളിലൊക്കെ ഒരു ബേസിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ക്ലയൻറ്റിന് കൊടുത്ത് ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് മാറ്റി വെച്ചു. കറക്റ്റ്. അതർവൈസ് മേ ബി ഒരു 6 മാസം 8 മാസമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കോസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം അത് ചിലപ്പം നമുക്ക് വേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ MVP ബിൽഡ് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് ഇനി രജിസ്ട്രേഷൻ വേണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്ട്രേഷനൊക്കെ വെച്ച് ഒരു ബോർഡൊക്കെ വെച്ച് ഒരു ഓഫീസൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഒരു രജിസ്ട്രേഷൻ്റെ കേസിൽ എന്താണ്, നമുക്കത് മാൻഡേറ്ററി ആണോ, അല്ലെങ്കിൽ എന്തിൻ്റെ കേസിലാണത്? നമുക്കൊരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോളിസി പ്രകാരം ഒരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായി ഷുഡ് ബി എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ LLP ഓർ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോഡൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ MVP സ്റ്റേജിലാണ്, ഒരു ഏർലി ട്രാക്ഷൻ പോയിന്റിലാണെങ്കിൽ ഇതിലേക്കൊന്നും പോകണ്ട. നമുക്കൊരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു മോഡലിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. കാരണം സിംഗിളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാക്ഷൻ എങ്ങനെ വരുന്നു, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്ന് നോക്കി അത് കറക്റ്റ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോഡലിലേക്ക് നമുക്ക് പോവാം. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്കോ LLPയിലേക്കോ പാർട്ണർഷിപ്പിലേക്കോ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വിഷൻ അനുസരിച്ചാണ് സ്ട്രക്ചർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ പുറത്തുനിന്ന് ഫണ്ട് ഒന്നും എടുക്കുന്നില്ല, എൻ്റെ ഫാമിലി ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വേറെ ആരെയും കൂട്ടണ്ട, ഞാൻ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ആവശ്യമില്ല, ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ്
പാർട്ട്ണർഷിപ്പോ LLP LLP മാത്രം മതി. മതി. ഇപ്പോൾ പ്രൊഫഷണലി നമ്മൾ പറയാം ഏഞ്ചൽ VC ഒരു ലിസ്റ്റിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഐഡിയ ഫിറ്റാണ്, ട്രാക്ഷൻ ഓക്കെയാണ്, എന്ന ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നിർബന്ധമായി നമ്മൾ വി ഹാൻ സ്റ്റാർട്ട് വിത്ത് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇതാണ് ഒരു ബ്രീഫായിട്ടുള്ളൊരു മോഡൽ. ഓക്കെ, അപ്പം മനു പറഞ്ഞത് ഇനീഷ്യലി വേണമെങ്കിൽ ഈ പ്രൊപ്പർട്ടർഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ ഒരു പ്രൊപ്പർട്ടർഷിപ്പിന് പ്രത്യേക രജിസ്ട്രേഷൻ ഒന്നും ഇല്ലല്ലോ എനിക്ക് തോന്നുന്നു. എൻ്റെ തന്നെ പാൻ കാർഡ് വെച്ചിട്ട് എനിക്ക് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഞാനാണ് ബിസിനസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ അതിന്. അപ്പോൾ പ്രൊപ്പർട്ടർഷിപ്പ് ബിസിനസ് വെച്ചിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിനൊരു അത്യാവശ്യം ട്രാക്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ എന്തെങ്കിലും സാധനങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും, ആ ഒരു റെക്കഗ്നേഷന് വേണ്ടിയിട്ട്. ഇനി അപ്പോഴുമുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത് പ്രൊപ്പർട്ടർഷിപ്പ്, രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ എനിക്ക് തോന്നുന്നു OPC അതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ മനു അത് ഓൾറെഡി ആൻസർ പറഞ്ഞു. നമ്മൾ ഫണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വേണം. ഒരു ബേസിക്കലി ഒരു ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിൽ LLP ഓർ പാർട്ട്ണർഷിപ്പ് ഇസ് ഇനഫ്. ഐഡിയലി നമ്മൾ ശരിക്കും ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ട് വെക്കാമെന്ന് വിചാരിക്കാം. ഒരു നമ്മുടെ ഈ ഒരു പ്രൊപ്പർട്ടർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒരു ബാച്ച്, LLPയും പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ബാച്ച് ആക്കി വയ്ക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആക്ച്വലി? ഓക്കെ, ആദ്യം ഒരു LLPയും കമ്പനിയും തമ്മിൽ പറയാം. അതായത് ഈ കമ്പനി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കുറേ കൂടി സെക്യൂർഡ് ആണ്, കുറേ കൂടി കംപ്ലയിൻസ് ഓറിയൻറ്റഡ് ആണ്. അതായത് അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്, കൂടുതലാണ്. ഇപ്പോൾ ഓഡിറ്റ് നിർബന്ധമാണ്, അതിനെ മാനേജ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. പക്ഷേ ആൾക്കാർക്ക് ട്രസ്റ്റ് എപ്പോഴും വരുന്നൊരു പോയിന്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നൊരു മോഡലാണ്. അതിൻ്റെ മെയിൻ കാരണം അത് ക്ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ ഡീഡ് നമ്മൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഒരു കമ്പനി നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു LLPയോ കമ്പനിയോ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിലാണ് രജിസ്റ്റർ ഓഫ് ഫേംസ് ആണ് പാർട്ണർഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി പൂട്ടണമെങ്കിൽ എല്ലാ ഡ്യൂസും ക്ലോസ് ചെയ്ത് അക്കൗണ്ട്സ് സീറോ ആക്കിയാൽ മാത്രമേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് വിൽ ടേക്സ് അറൗണ്ട് 6 months to 9 months ടൈം. അപ്പോൾ എല്ലാ ഡ്യൂസും ക്ലോസ് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ട്രസ്റ്റ് ഉണ്ടാവും, കാരണം ഗവൺമെന്റ് ലെവലിൽ തന്നെ അതിനൊരു പ്രോപ്പർ ഇതുള്ളതുകൊണ്ട്. പിന്നെ ഓഡിറ്റ് നിർബന്ധമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് LLPനേക്കാളും കൂടുതലായിട്ട് ഓഡിറ്റ് നിർബന്ധമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ അക്കൗണ്ടബിൾ ആകണം, ട്രാൻസ്പെറൻറ്റ് ആകണം. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി ഇൻവെസ്റ്റേഴ്സും എല്ലാവരും പ്രിഫർ ചെയ്യുക പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും സർവീസ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാണ്. ഡെഫിനറ്റായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ പോകണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നെക്സ്റ്റ് ഒരു വിഷനും നോക്കിയിട്ട് ഏറ്റവും ചെറിയ മോഡൽ സ്റ്റാർട്ട് ചെയ്ത് ലീസ്റ്റ് കംപ്ലയിൻസിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ മൂവ് ഓൺ ടു പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ എനിക്ക് ഫണ്ട് വേണമെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന പാർട്ണർഷിപ്പിനെയും LLPനെയും കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കൺവേർട്ടഡ് എൻറ്റിറ്റി അല്ലെങ്കിൽ റീസ്ട്രക്ചർഡ് ആയിട്ടുള്ള എൻറ്റിറ്റിനെ ഒരിക്കലും സ്റ്റാർട്ടപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോളിസി പ്രകാരം കൺവേർഷൻ നമ്മൾ അലോ ചെയ്യുന്നില്ല. അപ്പോൾ ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുകയും പഴയ ബിസിനസ്സിനെ നമുക്ക് അക്യൂർ ചെയ്യാം. ഒരു പേപ്പർ വർക്കിൽ നമുക്ക് അക്യൂർ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടപ്പ് ബെനിഫിറ്റ്സ് നമുക്ക് ഈ പറയുന്ന ഫണ്ട് റേസിങ്ങിലൊക്കെ ഒരുപാട് ഏഞ്ചൽ ടാക്സേഷൻ ഇപ്പോൾ അബോളിഷ് ചെയ്തെങ്കിലും ഇപ്പോൾ വാലുവേഷൻ പോയിന്റ് ഓഫ് വ്യൂലും പ്രീമിയം വാങ്ങുന്ന കേസിലൊക്കെ ഒരുപാട് ടാക്സേഷൻ ഇംപ്ലിക്കേഷൻസ് ഇപ്പോഴും സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ടാക്സ് ഹോളിഡേ ഈ കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൺവേർഷന് പകരം ടേക്ക് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ അപ്പം അതും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈ ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു, എനിക്ക് എന്തൊക്കെ ടാക്സ് ബെനിഫിറ്റ്സ് ആണ് ആസ് എ സ്റ്റാർട്ടപ്പ് ഗവൺമെൻറ് എനിക്ക് തരുന്നത്? ഓക്കെ, ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഏഞ്ചൽ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്, അതിപ്പോൾ അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അതായത് 25 crore വരെ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് പ്രീമിയത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വരുന്ന ടാക്സ് ഒഴിവായി കിട്ടും. നോർമലി നമ്മൾ 10 രൂപയുടെ ഷെയർ ആയിരിക്കും 1000-10,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുക. ആ സമയത്ത് പ്രൊഫഷണൽ എൻറ്റിറ്റീസ് അല്ലാതെ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന നമ്മൾ പേഴ്സണൽ ആളുകളായിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം സ്റ്റാർട്ടപ്പിന്. ആ വരുന്ന ടാക്സേഷൻ്റെ എത്രയാണോ ഗെയിൻ വരുന്നത് അതിനെ കമ്പനിക്ക് ടാക്സ് വന്നിരുന്നു പണ്ട്. ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു. ഒരു ഫോം 2 എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്തതിന് ശേഷമാണ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാലുവേഷൻ, ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നോർമലായിട്ട് 2 വാലുവേഷൻ വേണം. അതായത് ഒന്ന് രജിസ്റ്റേർഡ് വാല്യൂകളുടെ വാലുവേഷൻ വേണം, അതുപോലെ തന്നെ സെബി ലിസ്റ്റഡ് ആയിട്ടുള്ള മെർച്ചന്റ് ബാങ്കറുടെ വാലുവേഷൻ വേണം. നോർമൽ കമ്പനിക്ക്. സ്റ്റാർട്ടപ്പിനാണെങ്കിൽ ഒരു എക്സംഷൻ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ഒരു വാലുവേഷൻ മാത്രമേ അവിടെ വേണം, മാത്രം മതി. അല്ലെങ്കിൽ ഡബിൾ ചാർജ് ആണ് ഇതിന് നമുക്ക്. കോർപ്പറേറ്റ് ടാക്സ് ലെവൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? ടാക്സേഷനിൽ ടാക്സ് ഹോളിഡേ ആണ് നമുക്കുള്ളത്. അതായത്
അതായത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഒരു 10 ഇയർ സ്പാനിൽ ഏതെങ്കിലും 3 വർഷം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 വർഷം നമുക്ക് ടാക്സ് ഹോളിഡേ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും കിട്ടുമെന്നല്ല പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ എല്ലാ ഓപ്ഷൻ ഉണ്ട്. മേ ബി അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1,20,000 സ്റ്റാർട്ടപ്സ് ആണ് ഇപ്പോൾ ഏകദേശം ഇന്ത്യയിലുള്ളത്. അതിലിപ്പോൾ ഒരു 3,000 സ്റ്റാർട്ടപ്സിന് ഈ പറയുന്ന ടാക്സ് ഹോളിഡേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു എല്ലാവർക്കും കിട്ടില്ല, പക്ഷേ ഒരു എലിജിബിലിറ്റി ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് അവൈൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാവുന്ന പേറ്റന്റ് റീഇംബേഴ്സ്മെന്റ് കാര്യങ്ങൾ, ട്രേഡ് മാർക്കിൻ്റെ ഫീസൊക്കെ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളെ റീഇംബേഴ്സ് ചെയ്യാനുള്ള സപ്പോർട്ടും നമുക്ക് സ്റ്റാർട്ടപ്സിൽ കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാകുമ്പോൾ ആദ്യം വരുന്ന കാര്യമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പോലുള്ള ഇൻക്യുബേറ്റേഴ്സും പിന്നെ ആക്സിലേറ്റേഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെ പറ്റി ജസ്റ്റ് അതൊന്ന് പറയാമോ? ഓക്കെ, ആദ്യം കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഏഷ്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വൺ ഓഫ് ദ ലീഡിംഗ് ഇൻക്യുബേറ്റർ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഐഡിയ ആയിട്ട് വരുന്ന നല്ലൊരു യൂണീക്ക് ഐഡിയ ആയിട്ട് വരുന്ന ഒരാൾക്ക് ഒരു 1 lakh മുതൽ ഐഡിയ ഗ്രാൻഡ് അവൈലബിൾ ആണ്. അതായത് ഒരു എൻറ്റിറ്റി ഇല്ലെങ്കിൽ പോലും ഒരു 1 lakhൻ്റെ ഐഡിയ ഗ്രാൻഡ് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാം. എലിജിബിൾ ആണെങ്കിൽ അവൈൽ ചെയ്യാനും പറ്റും. അതേപോലെ 3 to 5 lakhs ഗ്രാൻഡ് ഉണ്ട്, സ്കെയിലബിലിറ്റി ഗ്രാൻഡ് ഉണ്ട്. അപ്പോൾ 15 lakhs വരെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവൈൽ ചെയ്യാനുള്ള സപ്പോർട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം സ്റ്റാർട്ടപ്പ് മിഷൻ ത്രൂ ആണ് ചെയ്യുന്നത്. 50 lakhs വരെയുള്ള സീഡ് ക്യാപിറ്റലും അല്ലെങ്കിൽ സീഡ് ഫണ്ടിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം ഒരു 200ഓളം ഇൻക്യുബേറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. ആക്സിലേറ്റേഴ്സ് അതിൽ കൂടുതലും വരും. അവരും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഗ്രാൻറ്റുകളും സ്കീംസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഏത് ലൊക്കേഷനിലാണോ അവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലുള്ള കമ്പനീസിനെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ബിസിനസ് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് ആ സ്റ്റേറ്റിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ ടി ഹബ് എന്നായിട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് തമിഴ്നാട് ചെയ്യുന്നുണ്ട്, കർണാടക സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു സ്റ്റാർട്ട് വന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ നമുക്ക് ഒരു ഓക്കെ, എനിക്കിപ്പോൾ രജിസ്ട്രേഷൻ ആയി, ഞാനൊരു ഇൻക്യുബേറ്ററിലോട്ട് വന്നു, അവിടെ എനിക്ക് സപ്പോർട്ടൊക്കെ കിട്ടി, ഗവൺമെൻറ് ലെവൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് GST വേണമെന്നുള്ളത്. കാരണം രജിസ്ട്രേഷൻ ഇസ് എ സെപ്പറേറ്റ് തിങ്, GST ഇസ് എ സെപ്പറേറ്റ് തിങ്. അപ്പം മോസ്റ്റ് ഓഫ് ദ എനിക്ക് തോന്നുന്നു സർവീസ് ബിസിനസ്സിലൊക്കെ 18% GST ഉണ്ട്. സിമിലർ ടു ദ പ്രൊഡക്റ്റ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പം GST ഞാൻ എപ്പോഴാണ് എടുക്കേണ്ടത്? നോർമലി മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് സർവീസ് സെഗ്മെൻറ്റ് ആണെങ്കിൽ 20 lakhs ഇയർലി ടേൺ ഓവർ കൂടുകയും പ്രൊഡക്റ്റ് ആണെങ്കിൽ 40 lakhs മുകളിൽ വരികയും ചെയ്യുന്ന പോയിന്റിലാണ് നിർബന്ധമായി നമ്മൾ GST എടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇ-കോമേഴ്സ് ബിസിനസ് ചെയ്യുകയാണ്, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ടേൺ ഓവറിന് ഇതായിട്ട് നിർബന്ധമായും നമ്മൾ GST എടുക്കണം. ഓക്കെ, അതായത് ടേൺ ഓവർ ആണ്, പ്രോഫിറ്റ് അല്ല. അതായത് ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഈ 20 lakh ടേൺ ഓവർ ഏത് ഫൈനാൻഷ്യൽ ഇയറിലാണോ കൂടുന്നത് അതുതൊട്ട് നമ്മൾ GST എടുക്കണം. പിന്നെ അതേപോലെ ഞാനതിന് മുന്നേ ഈ ഒരു ഇ-കൊമേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈവൻ എന്തായാലും GST എടുക്കണം എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിനകത്ത് മാത്രം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് നോർമൽ ഇതേപോലുള്ള 20 lakh 40 lakh ലിമിറ്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് സെൽ ചെയ്യുന്നില്ല എന്ന് കൊടുത്താൽ നമുക്ക് ആ പറയുന്ന എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ലെസ് ദാൻ 6 months എങ്ങനെയാണ് ആ ഇത് വന്നത്. മേ ബി അതായിരിക്കും മീഷോക്കകത്ത് ഇപ്പോൾ നമുക്ക് GST ഇല്ലാതെ സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിൽ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ GST ആയി, രജിസ്ട്രേഷനായി, ഐഡിയ എല്ലാ കാര്യങ്ങളും ആയി. ഇനി എൻ്റെ അടുത്ത പ്രശ്നം എന്നുള്ളത്, എനിക്കൊരു പാർട്ട്ണറില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആണ്, എനിക്ക് ബിസിനസ് അറിയുന്ന ഒരു പാർട്ട്ണറില്ല. അല്ലെങ്കിൽ ഞാനൊരു അത്യാവശ്യം മാർക്കറ്റിംഗ് അറിയുന്ന ആളാണ്, എനിക്കെന്തില്ല ടെക്നിക്കൽ നോളജിലുള്ള ആളല്ല. ഫസ്റ്റ് തിങ്, ഞാനൊരു കോ-ഫൗണ്ടറെ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കുന്നുള്ള അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു മനുവിൻ്റെ എക്സ്പീരിയൻസിൽ മനു പല കോ-ഫൗണ്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, പല ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു നല്ലൊരു കോ-ഫൗണ്ടറെ കിട്ടാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് ചോദിക്കുകയാണ്. അപ്പം എന്തായിരിക്കും നമുക്കൊരു നല്ല കോ-ഫൗണ്ടറെ കിട്ടാനുള്ള ഒരു കാരണം ഞാനൊരു നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ആളാണെന്ന് വിചാരിക്കുക, എനിക്കധികം ആക്സസിബിലിറ്റി ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇതൊന്നും ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ പലരും എന്നെ പ്ലെയിൻ ആൻഡ് വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ കമ്പനിയുടെ കോ-ഫൗണ്ടർ ആവും ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങൾ പരിചയം പോലും ഇല്ല, എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അതൊന്നും അങ്ങനെ റൈറ്റ് വേ അല്ലല്ലോ. അപ്പോൾ ഐഡിയലി എന്താണ് അതിൻ്റെ റൈറ്റ് വേ? ഇപ്പോൾ ഇതും ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിലൂടെയാണ് നമ്മൾ പല ആളുകളെയും പരിചയപ്പെടുന്നത്. അല്ലെങ്കിൽ എക്കോസിസ്റ്റമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇവൻറ്റുകളിലൂടെ ആളുകളെ പരിചയപ്പെട്ട് ഗ്രാജുവൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് ഇതിലേക്ക് നമുക്കൊരു ഫൗണ്ടറെ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്കും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതെ ഗ്രാജുവലി നമ്മുടെ ബിസിനസ്സിന് എങ്ങനെ ഉപയോഗപ്പെടും അല്ലെങ്കിൽ എങ്ങനെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു പോയിന്റിലാണ് ഒരു ആളെ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഫൈനാൻസ് പേഴ്സണാണ്, എനിക്കൊരു സ്റ്റാർട്ടപ്പിൻ്റെ ആ ഒരു ചിന്ത വന്ന സമയത്ത് ടെക്നിക്കൽ പേഴ്സൺ എനിക്കില്ല.
പറ്റില്ല. അതേപോലെ മാർക്കറ്റിംഗ് പേഴ്സൺ വേണം. നമുക്കില്ലാത്ത സ്കില്ലുള്ള ആളുകളെയാണ് ശരിക്കും ആക്ച്വലി നമ്മൾ പരിചയപ്പെട്ടത് ഈ പറയുന്ന മനുവിന്റെ ക്ലയന്റ് ആയിട്ട് നമ്മൾ വന്നു, അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. അതെ അതെ അപ്പോൾ എനിക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കോ ഫൗണ്ടറെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങളുടെ അറൗണ്ടിലുള്ള ഈ ഏരിയയിലുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകളിലും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണിക്കുക. അങ്ങനെ പരിചയപ്പെട്ട് ഒരു പരിചയത്തിൻ്റെ പുറത്ത് മാത്രമേ നിങ്ങൾക്ക് ഒരു കോ ഫൗണ്ടറെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ആൾക്കാർ ഫ്രണ്ട്സിനൊക്കെ കോ ഫൗണ്ടേഴ്സ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അപ്പം ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, ഓക്കെ ഇവന് 10%, ഇവന് 10%, ഇവന് 50% എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു കേസ് ഉണ്ട്. അപ്പം ഐഡിയലി നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഒരു കോ ഫൗണ്ടർ ആക്കുന്ന കേസിൽ, അതുകൂടാതെ ഈ ഇക്വിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പം അതിനെ പറ്റിയാണ്. അപ്പോൾ ഞാനൊരു YCയുടെ ഒരു വീഡിയോ, Y Combinatorൻ്റെ ഒരു വീഡിയോയിൽ കണ്ടപ്പം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ്, മെജോറിറ്റി ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒരാൾ, ഇപ്പോൾ മൾട്ടിപ്പിൾ കോ ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു കോ ഫൗണ്ടറിന് മെജോറിറ്റി ഷെയർ ഉള്ള ഒരു കേസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം യൂഷ്വലി നാട്ടിൻപുറത്തൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നെങ്കിൽ ഞങ്ങൾ 4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 25 ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇതും നമ്മളെ സ്റ്റാർട്ടപ്പും തമ്മിൽ എങ്ങനെയാണെന്ന് ഒന്ന് പറയാം. സ്റ്റാർട്ടപ്പിൽ പ്യൂർലി ബേസ്ഡ് ഓൺ ആരാണ് ആക്റ്റീവ്ലി ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ആരുടെ ഐഡിയ ആണ്, ആരാണ് കോർ ഫൗണ്ടേഴ്സ്. ഇപ്പോൾ കുറേ കൂടി പറയുകയാണെങ്കിൽ ഈ കോർ ആയിട്ടുള്ള 1-2 ഫൗണ്ടേഴ്സിന് അടുത്തിരിക്കണം 90-95% ഷെയർ ഹോൾഡിംഗ്. ബാക്കി എല്ലായിടത്തും കാണുന്നത് ഈക്വൽ ഷെയർ ഹോൾഡിംഗ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്. ആളുടെയാണ് കോർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എങ്കിൽ ആ ആൾ ഹോൾഡ് ചെയ്യണം 70-80%. അദ്ദേഹത്തെ ഡിസിഷൻ മേക്കിംഗ് പവർ വേണം. ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. മേ ബി അത് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ഒരു കാര്യമാണ്. അതെ, കാരണം ഇവിടെ വരുന്നത് നമ്മുടെ ഐഡിയയ്ക്കും ആ ടീമിൻ്റെ പുറത്തുമാണ് പൈസ വരുന്നത്. ബാക്കിയെല്ലാം ഈ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മുടെ പ്ലാനിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ പല സ്റ്റാർട്ടപ്സും ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ലാത്ത പല ആൾക്ക് ഷെയർ കൊടുക്കും. അപ്പോൾ ആരാണോ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്നത് അവരെ മാത്രം ഈ പറയുന്ന ഷെയർ ഹോൾഡിംഗ് കൊടുക്കുക. അഥവാ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫൈനാൻഷ്യലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷെയർ കൊടുക്കുക, അല്ലാതെ ഒരു ഈക്വൽ ഷെയർ കൊടുത്തിട്ട്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഷെയർ കൊടുക്കുമ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ കമ്പനി പിന്നെ ഫണ്ട് കിട്ടാതെ സ്റ്റക്ക് ആവുന്ന ഒരു പോയിന്റ് എത്തും തോന്നുന്നു. അതെ, ഒരുപാട് സ്റ്റാർട്ടപ്സ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നൊരവസ്ഥയാണ്. ഈക്വലി ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കി കഴിയുമ്പോൾ ആക്റ്റീവ് ഇൻവോൾവ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് ക്യാപ് ടേബിളിന് ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞ് കൊടുക്കുക, പിന്നെ വാല്യുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരെ എന്തുകൊണ്ട് ഈ കുറഞ്ഞ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യണം ഈ ഒരു പോയിന്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്ത് അവർ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലേറ്റർ ഓൺ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ആ YCയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ട് അവർ ആക്ച്വലി ഡെമോക്രസിനെ പ്രിഫർ ചെയ്യുന്നില്ല. അതായത് മൾട്ടിപ്പിൾ കോ ഫൗണ്ടേഴ്സ് ഒരേപോലെ ഡിസിഷൻ എടുക്കുമെന്ന് അവർക്ക് അതിലൊരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. YCക്ക് ഇല്ലാന്നല്ല, മേ ബി ഇൻവെസ്റ്റേഴ്സിൻ്റെ ലെവലിൽ കോൺഫിഡൻസ് ഇല്ലാന്നാണ്. കാരണം അതിൽ കോൺഫ്ലിക്ട്സ് ഈ നമ്മുടെ കോ ഫൗണ്ടർ ലെവൽ കോൺഫ്ലിക്ട്സ് ഒരുപാട് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കും അതങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ ഒരു കോ ഫൗണ്ടർ എനിക്ക് കിട്ടി, ഇറ്റ്സ് എ റൈറ്റ് പേഴ്സൺ, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഞാൻ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ കേസിലും പല ആൾക്കാരും പ്രോഫിറ്റ് ഷെയർ തരാം, റവന്യൂ ഷെയർ തരാം എന്നൊക്കെ പറയാറുണ്ട്. അത് ഞാൻ ഈ പല സാധാരണ ബിസിനസ്സുകളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർമൽ സെമി ലെവൽ സാധനങ്ങളിലൊക്കെ റവന്യൂ ഷെയർ ഒക്കെ കൊടുക്കുന്ന പോലെ. പിന്നെ ഈ ആക്ച്വലി ഈ റവന്യൂ ഷെയർ ആൻഡ് പ്രോഫിറ്റ് ഷെയർ വീസ് ഇക്വിറ്റി ആണല്ലോ ഈ സ്റ്റാർട്ടപ്സിലുള്ളത്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? നോർമലി നമുക്ക് ഷെയർ ഹോൾഡിംഗ് മാത്രമേ കൊടുക്കാനായിട്ട് ലീഗലി റൈറ്റ് ഉള്ളൂ. ഈ പറയുന്ന സാലറി പോലെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ഇത് മന്ത്ലി ഇത്ര റിട്ടേൺസ് ഫിക്സ് ചെയ്യുന്ന പരിപാടി അല്ലേ, ആ ഒരു മോഡൽ ഒരിക്കലും സ്റ്റാർട്ടപ്പിൽ ഫീസിബിൾ അല്ല. അത് നമുക്ക് ചെയ്യാനും പറ്റില്ല. നമുക്ക് എത്രയാണോ അവരുടെ എഫേർട്ട്, എത്രയാണോ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഷെയർ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോർഷനേറ്റ് സാലറി പോലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു മോഡലാണ് നമുക്ക് ചെയ്യുക. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ്. അതായത് ഈ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള ഒരു ക്ലാരിറ്റി ആദ്യമേ തന്നെ നമ്മൾ കൊണ്ടുവരണം. അവിടെ എൻട്രി അല്ല, നമ്മളെപ്പോഴും പറയും എക്സിറ്റ് ആണ്. നാളെ ഒരു ടേക്ക് ഓവർ വന്നാൽ അല്ലെങ്കിൽ നാളെ എനിക്ക് വേറൊരു തോട്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്നാൽ ഞാൻ എങ്ങനെ എക്സിറ്റ് ആവും, എനിക്ക് എന്തോരം പേ ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം, ഈ ഒരു ക്ലാരിറ്റിയാണ് ആദ്യമേ തന്നെ വരേണ്ടത്. പിന്നെ ഒരു കൂളിംഗ് പീരീഡ്, നമ്മൾ പറയാം ക്ലിഫ് പീരീഡ് എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ ഇക്വിറ്റി കൊടുക്കാതെ നമ്മൾ ടേംസ് ഫിക്സ് ചെയ്ത് ഒരു MOU ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ തമ്മിൽ ചെയ്യേണ്ടത്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഷെയർ കൊടുക്കുന്ന ഒരു പോയിന്റിലേക്ക് പോവുകയാണ് എപ്പോഴും നല്ലത്. അതായത് ഇപ്പം ഞാൻ ഒന്നും കൂടി അതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, അതിൽ നമ്മളൊരു കോ ഫൗണ്ടർ കണ്ടുപിടിച്ചാൽ അയാൾക്ക് ഇക്വിറ്റി കൊടുക്കുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇക്വിറ്റി മാത്രം കൊടുക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരുപാട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ 25 or 50 ഒന്നായിട്ട് കൊടുക്കരുത്.
അത് റെലവൻ്റ് ആണെങ്കിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈക്വൽ കോ ഫൗണ്ടേഴ്സ് ആണ്, അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം. പക്ഷേ അത് നിങ്ങൾ അതിൻ്റെ കേസ് മനസ്സിലാക്കി മാത്രം ചെയ്യുക. പിന്നെയുള്ള കാര്യം, ഒരാൾക്ക് കോ ഫൗണ്ടർ ലേറ്റർ സ്റ്റേജിൽ വരുന്ന കോ ഫൗണ്ടർ ആണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഓഫ് കോഴ്സ് അവർ ഡയറക്ടേഴ്സ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേറ്റർ സ്റ്റേജിൽ വരുന്ന കോ ഫൗണ്ടേഴ്സ് ആണെങ്കിൽ അവർക്കൊരു കോ ഫൗണ്ടർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു മനുവിനെ പോലുള്ള കമ്പനി സെക്രട്ടറീസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യും. അവർ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ അവർക്കൊരു ഒരു ക്ലിഫ് പീരീഡ്, ഇപ്പോൾ യൂഷ്വലി പല സ്റ്റാർട്ടപ്പിലും കണ്ടത് 1 ഇയർ അവരവിടെ വർക്ക് ചെയ്താലാണ് അവർക്ക് ഒരു ഇക്വിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ലെറ്റ്സ് സേ ഒരാളെ ഓൺബോർഡ് ചെയ്യാണ്, ഞാൻ 10% ഇക്വിറ്റി കൊടുക്കുകയാണെങ്കിൽ അയാൾ 1 ഇയർ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു 4% ഇക്വിറ്റി കൊടുക്കും. പിന്നെ ഓരോ വർഷവും വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് 2%, 2% ഇക്വിറ്റി ഞാൻ അഡീഷണലി കൊടുക്കുന്നത്. അതൊരു വെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന കോ ഫൗണ്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി കൊടുക്കുന്നത് അത്ര, അതായത് നമുക്ക് ഇയർ ടൈം വെച്ച് ഇക്വിറ്റി കൊടുക്കാം, പക്ഷെ ഒരു പ്രത്യേക സാധനം അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത്ര നല്ല പ്രാക്ടീസ് എല്ലാം തോന്നുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഈ കമ്പനീസ് ഏർലി സ്റ്റേജിൽ നല്ല രീതിയിൽ പിവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച പെർഫോമൻസ് റെലവൻ്റ് അല്ലാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ പല പിവേർട്സും വരുമ്പോൾ പണ്ട് വെച്ച പല കാര്യങ്ങളും റെലവൻ്റ് അല്ലാതെ വരുന്നത് കണ്ടിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഞാൻ നമ്മൾ കോ ഫൗണ്ടറെ കിട്ടി, കോ ഫൗണ്ടറൊക്കെ നല്ല ഇക്വിറ്റി ഒക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ ആയി. ഇനി ഞാൻ നമ്മൾ പ്രൊഡക്റ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി, കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി. എനിക്കിനി സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സോ ഇൻവെസ്റ്ററെ കൊണ്ടുവരണം. ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് തിങ്, ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് എന്നുള്ളത്, ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയയും കാര്യങ്ങളും എനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കോമൺലി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളെന്താ പറയുക, ഒരു ബിസിനസ് മോഡൽ സാധനം. ആക്ച്വലി ഒരു ബിസിനസ് മോഡലിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വേണം? അതെ, നമ്മൾ കുറച്ചുകൂടി പറയുന്നത് ബിസിനസ് പ്ലാൻ, ഫൈനാൻഷ്യൽ ബിസിനസ് പ്ലാൻ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി ഫണ്ട് യൂട്ടിലൈസേഷൻ ആണ് ഇതിന് ക്രക്സ് ആയിട്ട് വരുന്നത്. കാരണം നമ്മളെപ്പോഴും ഇൻവെസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഫണ്ടിന് വേണ്ടിയിട്ടാണ്. ഈ ഫണ്ട് എഫക്റ്റീവ്ലി ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, എൻ്റെ പെർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർ സ്ട്രീമായിട്ട് എങ്ങനെ യൂസ് ചെയ്യും, പെർ മന്തുള്ള വർക്കിങ്സ്, അതുപോലെ എങ്ങനെ ഞാൻ റിട്ടേൺ തിരിച്ചു പിടിക്കുന്നു, അതായത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് അസസ് ചെയ്യാവുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ROI എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, ഇതിൻ്റെ പുറത്താണ് ആക്ച്വലി ബിസിനസ് പ്ലാനിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ ചില പ്രൊഡക്റ്റിലേക്ക് നമുക്ക് റവന്യൂ ലേറ്റ് ആയിട്ടായിരിക്കും വരാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയും. നമ്മൾ കൃത്യമായിട്ട് അലോക്കേഷനാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള ക്യാഷ് ബേൺ ഒഴിവാക്കുകയും കൃത്യമായിട്ട് കസ്റ്റമർ അക്വിസിഷൻ ചെയ്യുന്ന ഏത് പോയിന്റിലേക്കാണോ അവിടേക്ക് പമ്പ് ചെയ്യാവുന്ന ലെവലിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്കൊരു എക്സിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. കാരണം സ്റ്റാർട്ടപ്പിൽ എപ്പോഴും വാല്യുവേഷൻ്റെ പുറത്താണ് അടുത്ത റൗണ്ട് ഇൻവെസ്റ്റേഴ്സ് വരാം. അപ്പോൾ നമ്മൾ എത്ര ടേൺ ഓവറിലേക്ക് എത്തിയാലാണ് എത്ര വാല്യുവേഷൻ വരാം, അതിന് നമ്മൾ എന്തോരം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഈ 2 പോയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പ്ലാനിൻ്റെ ബേസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനു പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലുള്ളത്, ഇപ്പോൾ ROI എന്ന് മനു പറഞ്ഞു. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ നമ്മളെ കമ്പനിയിലോട്ട് പൈസ ഇടുമ്പോൾ ഫസ്റ്റ് തിങ് പുള്ളി നോക്കുന്നത് നമ്മൾ ഈ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായിരിക്കണം ബിസിനസ് മോഡലിൽ ഒരു ഇമ്പോർട്ടൻസ് സംഭവം. സെക്കൻഡ് തിങ് എന്നുള്ളത് ബിസിനസ് പ്ലാനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. സെക്കൻഡ് തിങ് നമുക്ക് വേണ്ടത്, നമ്മൾ എന്ന് അത് ബ്രേക്ക് ഈവൻ ആവും, എന്ന് കമ്പനി റവന്യൂ ഉണ്ടാക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്കതിൽ വേണ്ടി വരും. ഓക്കെ, ഇനി അതും കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ പുള്ളിക്ക് എന്ത് ചെയ്യണം, എക്സിറ്റ് ആവണം എന്നുള്ളതാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പം എനിക്ക് അതൊരു ജനറൽ ക്വസ്റ്റ്യനാണ്, ഒരു കാഷ്വൽ ലെവൽ ക്വസ്റ്റ്യനാണ്. എൻ്റെ സ്റ്റാർട്ടപ്പിൽ ആസ് എ മനോര് ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, എന്തൊക്കെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ഐ മീൻ, ഇപ്പോൾ 2 സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന കുറച്ച് കീ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. സോ വാട്ട് ഈസ് ആൻ ഇൻവെസ്റ്റബിൾ സ്റ്റാർട്ടപ്പ്? ആ ഇൻവെസ്റ്റബിൾ സ്റ്റാർട്ടപ്പിനെ നോക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഇൻവെസ്റ്റബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രക്ചറിങ് വൈസ് ആണ്. ഇപ്പോൾ നമുക്ക് ഫണ്ട് അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടോ എന്ന് എന്തായാലും എല്ലാവരും നോക്കും. പലപ്പോഴും നമ്മൾ റോങ് സ്ട്രക്ചറിങ്, നമ്മൾ ആദ്യമേ പറഞ്ഞു, കമ്പനി ഫോർമേഷനിലൊക്കെ കൃത്യമായി ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഫണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സ്ട്രക്ചറിങ് കറക്റ്റ് ആണോ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഐഡിയ എത്ര നന്നായിട്ടും കാര്യമില്ല, ഫോർമേഷനിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് ഒരിക്കലും കിട്ടാതെ വരും. അതെ. രണ്ടാമത്തെ കേസ്, സിംഗിൾ കോ ഫൗണ്ടർ എന്ന കോൺസെപ്റ്റ് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രോപ്പർ ഫൗണ്ടിങ് ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ഫാക്ടറാണ്.
പിന്നെ ഈ ഐഡിയയുടെ സ്കെയിലബിലിറ്റിയും, ഈ ഐഡിയനെ ഞാൻ എഫക്റ്റീവ് സിമ്പിൾ ഐഡിയ ആയിരിക്കാം, പക്ഷേ നമ്മുടെ ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് കസ്റ്റമർ അക്യൂർ ചെയ്യാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ ചെയ്ത മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബേസിലാണ് ആക്ച്വലി ഈ പറയുന്ന ഇൻവെസ്റ്റർ പ്രൈമറി റൗണ്ടിൽ നമുക്ക് അട്രാക്റ്റ് ആവുന്നൊരു പോയിന്റ്. പിന്നെ നമ്മുടെ സ്റ്റോറി ലൈൻ ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ സെല് ചെയ്യാം അല്ലേ. ഒന്നില്ലെങ്കിൽ ഭയങ്കര പ്രോഫിറ്റ് മോഡലിൽ ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് പോലെ അല്ലെങ്കിൽ സോഷ്യൽ കോഴ്സ് പോലെ ചെയ്ത് നമുക്ക് ബിസിനസ്സിനെ ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രാൻഡ് അവയർനെസ് എന്തോരമുണ്ട്, പിന്നെ അൾട്ടിമേറ്റ്ലി എങ്ങനെ നമ്മൾ കസ്റ്റമർ അക്യൂർ ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു, ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയുടെ പുറത്താണ് എല്ലാ ഇൻവെസ്റ്ററും ബേസിക്കലി വരുന്നത്. കാരണം ബാക്കിയെല്ലാം ഫ്യൂച്ചറാണ്. അപ്പോൾ നമ്മുടെ ക്ലാരിറ്റി ഓഫ് തോട്ടാണ് ഇതിൻ്റെ ഒരു ബേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ല ടീം വേണം, നല്ല സ്ട്രക്ചർ വേണം, അതെ, പിന്നെ നല്ല ഐഡിയ വേണം, അതെ, പിന്നെ ഓഫ് കോഴ്സ് അവർ നമ്മൾ ആസ് എ ഫൗണ്ടർ നമ്മൾ അതെങ്ങനെ സെല്ല് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടി. കുറേ കൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ എക്സിക്യൂഷൻ. നമുക്ക് ഐഡിയ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ചെങ്കിലും നമ്മൾ മൈൽ സ്റ്റോണിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ്. എനിക്ക് തോന്നുന്നു ഈ ടീമിൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്. ഞാൻ ചില ഫണ്ടിങ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ പല ഫണ്ടിങ് കാര്യങ്ങളും ആ ഫൗണ്ടർ ചിലപ്പോൾ ഒരു ഐഡിയ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതെ, പക്ഷെ അവർക്ക് വലിയ എമൗണ്ട് ഫണ്ടിങ് കിട്ടുന്നത് കാണാം. എല്ലാ റീസൺ ചിലപ്പോൾ അയാളുടെ റെപ്യൂട്ടേഷൻ ആവാം, പ്രീവിയസ്ലി അയാൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ഇതോ. ഓഫ് കോഴ്സ് ഐഡിയക്ക് ഒരു വാല്യൂ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ആ ടീം എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും അവർ ചെക്ക് ചെയ്യും, നമ്മുടെ എക്സ്പെർട്ടൈസ്. ഡെഫിനറ്റ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റർ നമുക്ക് വരുമ്പോൾ ഇനി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയി. ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുമ്പം എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഇൻവെസ്റ്റർക്ക് ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്ററെ കോമ്പൻസേറ്റ് ചെയ്യുക? ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പാർട്ട്നേഴ്സിനെ പറഞ്ഞു ഇക്വിറ്റി വെച്ച് നമ്മൾ അവരെ കോമ്പൻസേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യുക? അവർ തരുന്ന പൈസയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂഷ്വലി കോമ്പൻസേറ്റ് ചെയ്യാറ്? ഓക്കെ, ഇപ്പോൾ ഏർലി റവന്യൂ ബേസ്ഡ് സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതിൻ്റെ പോയിന്റ് വാല്യുവേഷൻ്റെ പുറത്താണ്. നമ്മൾ ആദ്യം കമ്പനീൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ട് എത്ര സ്റ്റേക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റൗണ്ട് ഫണ്ട് എപ്പോൾ വരും, എത്ര വാല്യൂ മൾട്ടിപ്പിൾ കൂടുതൽ കിട്ടും, അതിൻ്റെ പുറത്താണ് പ്യുവർ സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് എക്സിറ്റ് ഡിഫൈൻ ആവുന്നത്. ഓക്കെ, ഞാൻ ഇന്റർഫിയർ ചെയ്യാണ്. ആക്ച്വലി വാല്യുവേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ജസ്റ്റ് ഒരു വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയക്കാണ് ഞാൻ ഫണ്ട് എടുക്കുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ഐഡിയയുടെ വാല്യുവേഷൻ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഐഡിയയുടെ ഇപ്പോൾ ഐഡിയനെ വാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഐഡിയ എന്തോരം മാർക്കറ്റ് ഫിറ്റ് ആണ്, സ്കെയിലബിൾ ആണ്, ടീം എന്തോരം ഉണ്ട്, ഇതിന് മാത്രമേ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഐഡിയ വെച്ച് നിങ്ങളുടെ ഫണ്ടും കൂട്ടിയാൽ അതായത് എന്തോരം കമ്പനിക്ക് ഭാവിയിൽ വാല്യൂ വരും, ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാല്യുവേഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്നിക്കലി സ്പീക്കിംഗ് ഐഡിയ മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഇനി ആ ഫണ്ടും നമ്മുടെ ഐഡിയയും കൂടി കൃത്യമായി വന്നാൽ എത്ര വാല്യൂ അടുത്ത നെക്സ്റ്റ് 5 year കൊണ്ട് എത്തും, അതിൻ്റെ ബേസിലാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിസിനസ് പ്ലാൻ ഒക്കെ വെച്ചിട്ട് ഒരു പ്രൊജക്ഷനൊക്കെ വെച്ചിട്ട് നമുക്കൊരു വാല്യൂ വെക്കാൻ പറ്റും. അതിന് എനിക്ക് തോന്നുന്നു കൂടുതൽ കമ്പനി സെക്രട്ടറീസ് ആണ് ഹെൽപ്പ് ചെയ്യുക. ആ ഒരു CS രണ്ടുപേരും ഹെൽപ്പ് ചെയ്യും ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ലെറ്റ്സ് ഞാൻ എൻ്റെ കമ്പനിക്ക് ഞാൻ ഒരു 2 കോടിയാണ് വാല്യുവേഷൻ. ഇപ്പോൾ മനു എൻ്റെ കമ്പനിക്ക് 2 കോടി വാല്യുവേഷൻ കണ്ടു എന്ന് വിചാരിക്കാം, ഐഡിയ ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ വന്നു, പുള്ളി എനിക്ക് 20 ലക്ഷം രൂപയാണ് തന്നത്. അപ്പം ഈ 2 കോടിയുടെ 10% ആണ് 20 lakh. അപ്പോൾ ഞാൻ അയാൾക്ക് 10% ഇക്വിറ്റി ഡീലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 10% ഇക്വിറ്റിയാണ് കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി. അപ്പം അതല്ലാതെ എന്തൊക്കെ രീതിയിൽ എനിക്ക് ഇൻവെസ്റ്റർ കോമ്പൻസേറ്റ്? ഇപ്പോൾ കുറേ കൂടി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ് സേഫ് നോട്ട്സ്, അല്ലെങ്കിൽ കൺവേർട്ടബിൾ നോട്ട്, അല്ലെങ്കിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് ഫ്യൂച്ചർ ഇക്വിറ്റി എന്നാണ് ഇതിനൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ ഡൈലൂഷൻ ചെയ്യില്ല, ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ഷെയർ കൺവേർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്. അത് ലീവറേജ് എന്ന് പറയുന്നത് സ്പോട്ട് ഡൈലൂഷൻ നടക്കില്ല. ഒരു ഫ്യൂച്ചർ പീരീഡ് വരെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർ ഫൗണ്ടേഴ്സിന് ആ പറയുന്ന ഇക്വിറ്റി ഹോൾഡ് ചെയ്യാനും ഡിസിഷൻ പവർ ഉണ്ടായിരിക്കും. ഗ്രാജുവലി ഒരു വാല്യുവേഷൻ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ ഇക്വിറ്റി ആക്കി കൊടുക്കും. അതാണ് കൺവേർട്ടബിൾ. ഇറ്റ്സ് ലൈക്ക് ഒരു കൺവേർട്ടബിൾ നോട്ട്സ് എന്നുള്ള ടെക്നിക്കൽ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. പക്ഷേ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നോർമൽ ഇക്വിറ്റി ലെവലിലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്ലസ് കൺവേർട്ടബിൾ നോട്ട്സിന്റെ പോലുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിൽ ആ സമയത്ത് നമ്മൾ ഇക്വിറ്റി കൊടുക്കില്ല. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു ഡിസ്കൗണ്ടർ ആയിട്ട് ഇക്വിറ്റി ഇവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെന്റ് ആയിരിക്കും നമ്മളുണ്ടാവും. അങ്ങനെയല്ല, അതിൽ കൺവേർട്ടബിൾ നോട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അവിടെ ഡെറ്റും അവൈലബിൾ ആണ്. അതായത് ഐദർ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഓൺ ഫ്യൂച്ചർ ഡേറ്റ് ഓർ വി ക്യാൻ റീപേ ആസ് എ ലോൺ. അത് കൺവേർട്ടബിൾ നോട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ മാത്രമാണ് അപ്പോൾ ബാക്കി 2 ഇൻസ്ട്രുമെന്റ് ആണ് CCPS, കമ്പൽസറി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഈ പറയുന്നതാണ് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഞാൻ ഇൻവെസ്റ്ററെ കോമ്പൻസേറ്റ് ചെയ്തു, ഇൻവെസ്റ്റർ വന്നു, ഓൺ ബോർഡായി, എല്ലാ കാര്യങ്ങളും ആയി. ഇനി എനിക്കൊരു
ഒരു MIS റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അതെ. നമ്മളൊരു ഒരു മന്ത്ലി ലെവൽ സാധനങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും കൊടുക്കുന്നത്. അതെന്താണ്? ആക്ച്വലി ഇപ്പോൾ ഫണ്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ റെസ്പോൺസിബിലിറ്റിയും കൂടി അവിടെ വരാണ്. അപ്പോൾ മന്ത്ലി നമ്മുടെ പെർഫോമൻസ് എന്താണ്, നമ്മൾ നേരത്തെ നമ്മൾ വാല്യുവേഷൻ ചെയ്തപ്പോഴും ബിസിനസ് പ്ലാൻ ചെയ്തപ്പോഴും കമ്മിറ്റ് ചെയ്ത ഒരു ടേൺ ഓവർ ഉണ്ട്, ഒരു മന്ത്ലി റിക്കറിങ് റവന്യൂ ഉണ്ട്, അല്ലെങ്കിൽ ARR ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ബഡ്ജറ്റ് ചെയ്തതും ആക്ച്വലും ആയിട്ടുള്ള കമ്പാരിസണും ആ ഒരു പ്രൊഡക്റ്റ് ലൈൻ കോസ്റ്റ് സെൻറ്റർ പ്രോഫിറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഓരോ റവന്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി വർക്ക് ചെയ്യുന്ന സമ്മറി റിപ്പോർട്ടാണ് MIS എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായും എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റർ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതെ, അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ അൺനെസസറി ആയിട്ടുള്ള വാല്യുവേഷൻ ആദ്യമേ തന്നെ കൊണ്ടുവരികയും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വാല്യുവേഷൻ ഡൗൺ ചെയ്യാനും അനാവശ്യമായിട്ടുള്ള പ്രഷേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഇൻവെസ്റ്റർ. അതെനിക്ക് തോന്നുന്നു സിലിക്കൺ വാലി സീരീസിൽ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്, ഈ ഓവർ വാല്യുവേഷനിൽ ഫണ്ട് എടുത്ത ഒരു കമ്പനി അവർ ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ പുള്ളിയോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കുറഞ്ഞ വാല്യുവേഷനിൽ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫണ്ടിങ് മുന്നോട്ട് നെക്സ്റ്റ് റൗണ്ട് ഫണ്ടിങ് കൂടി എടുത്തുകൂടായെന്നോ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് ബൈജൂസ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഈ ഫണ്ട് ഇപ്പം ഒരു കമ്പനിക്ക് 10 കോടി കിട്ടി, 5 കോടി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഈ എമൗണ്ട് മൊത്തം ഈ ഫൗണ്ടർക്ക് കിട്ടി എന്നുള്ള പോലെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ റിയാലിറ്റി എനിക്ക് തോന്നുന്നത് ഫണ്ടിങ് എന്നുള്ളത് കമ്പനി ഓടിക്കാൻ നിങ്ങൾ പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസിൽ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു എമൗണ്ട് ആണ്. മേ ബി അത് നിങ്ങൾക്ക് ട്രെഞ്ചസ് ആയിട്ടായിരിക്കും മോസ്റ്റ്ലി ഫണ്ട് വരുന്നത്. ആ ഓരോ ട്രെഞ്ചിനും ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു കണ്ടീഷനും ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ പെർഫോമൻസ് അവർക്ക് പറയുന്ന പെർഫോമൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫണ്ട് ഐഡിയലി എനിക്ക് തോന്നുന്നത് 1 to 2 ഇയേഴ്സിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് എടുക്കാമെന്നാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നും. അതിനപ്പുറത്തോടെ നിങ്ങൾ ഉള്ള ഫണ്ട് എടുക്കുമ്പം അത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ കുറച്ചും കൂടി ഹയർ വാല്യുവേഷനിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡയലൂഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതെ, ഇതിൽ വാല്യുവേഷൻ തന്നെ സപ്പോർട്ട് ചെയ്ത് 2 ഫാക്ടേഴ്സാണ്, ടേൺ ഓവർ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ. ഇത് കൂടിയാൽ മാത്രമാണ് നമുക്ക് വാല്യുവേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അതിന് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റാണ് ഡെറ്റ് ഫണ്ടിങ്. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഫണ്ടിങ്ങിനെ പറ്റി മാത്രമാണ് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്നത്. ഇക്വിറ്റി ഈസ് ഓൾവേസ് കോസ്റ്റ്ലി ആണെന്ന് പറയാം. കാരണം ചില പോയിന്റിൽ നമുക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ട്, സ്റ്റേബിളായിട്ട് റവന്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡെറ്റ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ റീപേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. പക്ഷേ ആ ഒരു പോയിന്റിൽ ട്രാക്ഷൻ വരെ ഡെറ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് മാത്രം ഇക്വിറ്റി പോകാതെ ലീവറേജ് എടുക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു കുറേയും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. മനസ്സിലായി. അപ്പോൾ ഡെപ്റ്റിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ ഇക്വിറ്റിയിൽ തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇക്വിറ്റി ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇക്വിറ്റി ഫണ്ടിങ്ങിൻ്റെ കേസിൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വാല്യുവേഷൻ എന്നുള്ളത്. ഇപ്പം എൻ്റെ കമ്പനിക്ക് നമ്മൾ 2 CR വാല്യുവേഷനാണ് വെച്ചത്. അപ്പം ഈ 2 CR വാല്യുവേഷനിൽ പിന്നെ ഞാൻ കമ്പനി ഓടിച്ചു, 20 ലക്ഷം രൂപ എടുത്ത് 10% ഇൻവെസ്റ്റർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കമ്പനി മുന്നോട്ട് പോയി കുറച്ച് കാലം ഓടിച്ചിട്ട് എനിക്ക് നല്ല ടേൺ ഓവറൊക്കെ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, അത്യാവശ്യം ടേൺ ഓവറൊക്കെ ആയി. ടേൺ ഓവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനി വീണ്ടും നമ്മൾ വാല്യുവേഷൻ ചെയ്യില്ലേ? അതെ. അപ്പോൾ ചിലപ്പോൾ അടുത്ത പോയിന്റിൽ ലെറ്റ്സ് എനിക്ക് മന്ത്ലി അല്ല ഇയർലി ഒരു 5 കോടി വരുമാനം വരുന്ന രീതിയിലോട്ട് എൻ്റെ പ്രൊഡക്റ്റ് എത്തിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്ന് ടേൺ ഓവർ ലെവൽ വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്ന ടേൺ ഓവർ ലെവൽ വാല്യുവേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് യൂഷ്വലി ചെയ്യുക? നോർമലി സബ്ജക്റ്റ് ടു അതിൻ്റെ സ്ട്രക്ചറും ഗവർണൻസ് നോക്കിയിട്ടാണ് റേറ്റിംഗ് ചെയ്യാൻ. നമ്മൾ ഇപ്പോൾ ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 to 4x വരെ നമുക്ക് വേണമെങ്കിൽ കിട്ടാം, സബ്ജക്ട് സെക്ടർ അനുസരിച്ച്. ഇപ്പോൾ ചില എജുടെക് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അതല്ലാത്ത കേസിലൊക്കെ ടേൺ ഓവറിൻ്റെ 3 to 4x മൾട്ടിപ്പിൾ വരെ നമുക്ക് കിട്ടും. ഇങ്ങനെ ബൈജൂസ് ഒക്കെ 20x 30x ഒക്കെ എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ 30x എന്ന് പറയുന്നത് നിങ്ങളുടെ ടേൺ ഓവറിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ എൻ്റെ 5 കോടി രൂപ എനിക്ക് വരുമാനം ഉണ്ട്, ഒരു ഫസ്റ്റ് ഇയറിൽ വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ 4x ആണെങ്കിൽ 20 CR വാല്യുവേഷനിലോട്ട് എത്തി. അപ്പം 2 കോടി വാല്യുവേഷനുള്ള കമ്പനി 20 CR ആയി. അപ്പോൾ ആ ഇൻവെസ്റ്റർക്ക് 20 ലക്ഷം രൂപക്ക് വാങ്ങിയിരുന്ന അവരുടെ 10% ഇക്വിറ്റി ഇപ്പോൾ 2 CR വാല്യൂയിലോട്ട് എത്തി. 10x വാല്യൂ എത്തി. അതാണ് ഇൻവെസ്റ്റർ എക്സിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ആ പോയിന്റിൽ ഞാൻ സെക്കൻഡ് റൗണ്ടിൽ വേറൊരു ഫണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് ആ വരുന്ന ഇൻവെസ്റ്ററോട് മേ ബി ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ദ ഡീൽസ്, ബട്ട് ആ ഒരു ഇൻവെസ്റ്ററോട് എക്സിറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് അത് ക്യാഷ് ഔട്ട് ചെയ്യാം. ചിലപ്പോൾ പാർഷ്യലി പുള്ളി ക്യാഷ് ഔട്ട് ചെയ്യും, ചിലപ്പോൾ ഫുള്ളി ക്യാഷ് ഔട്ട് ചെയ്യും. അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഏർലി സ്റ്റേജിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഏഞ്ചൽസും VCസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആക്ച്വലി? നോർമലി ഏഞ്ചൽസ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രീ റവന്യൂ സ്റ്റേജിൽ ഒരു എന്താ പറയുക നമ്മുടെ ഐഡിയയിൽ മാത്രം വിശ്വസിച്ച് ചെറിയ ടോക്കൺ സൈസ് നോർമലി 25 lakhs to 1 crore 2 crore വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അത് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും ചെയ്യുന്നവരുണ്ട്, ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലും ചെയ്യുന്നവരുണ്ട്. നോർമലി VC അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് സെബി AIF ഫണ്ട് പോലെ ഒരു 1 million അതിന് മുകളിലേക്ക് ഫണ്ട് ചെയ്യുന്ന ആളുകളെയാണ്
വലിയ ഫണ്ടിങ് ഏജൻസി പോലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇതിനോട് നമ്മൾ വിട്ടുപോയൊരു പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു വാലുവേഷൻ എന്നേക്കാൾ ഉപരി നമ്മൾ എപ്പോഴും പറയാം നമ്മുടെ ആ ഒരു ഡീലിലേക്ക് ഇവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് പലപ്പോഴും വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ കേൾക്കുന്ന 50 കോടി 100 കോടിയിലേക്കും നമ്മൾ കൺവിൻസ് ചെയ്യാണ് ഇത്ര വാല്യൂ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ ബിസിനസ്സിന് അൾട്ടിമേറ്റ്ലി ഇത് ബൈബാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ അസസ് ചെയ്യണം. എന്ന് എനിക്ക് ഷെയർ തിരിച്ചു വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു എക്സിറ്റ് കൊടുക്കാൻ പറ്റുന്ന ക്ലാരിറ്റി ഒരു ഓണ്ടർപ്രണർക്ക് ആദ്യമേ തന്നെ വേണം. അതിൻ്റെ പുറത്ത് മാത്രമേ ഈ പറയുന്ന വാലുവേഷനിലേക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇത് നെഗറ്റീവായിട്ടാണ് ഈ ബിസിനസ്സിന് എഫക്റ്റ്. അതാണ് എനിക്കൊന്ന് ഓവർ വാലുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ മാർക്കറ്റിനോടോ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ $20 million ഒക്കെ വാലുവേഷൻ വന്ന കമ്പനി ചിലപ്പോൾ ഒറ്റയടിക്ക് $10 million $5 million ആയിട്ട് കുറഞ്ഞതൊക്കെ ഉണ്ട്. ബൈജൂസ് അതൊരു എക്സാമ്പിളാണ്. ബൈജൂസിലേക്ക് ബില്യൺസിലോട്ട് വാലുവേഷൻ വന്ന കമ്പനിയാണ്. അപ്പോൾ അണ്ടർ വാല്യൂ വരുമ്പോൾ ശരിക്കും അത് ഫൗണ്ടർക്ക് അത് ഭയങ്കര രീതിയിൽ എഫക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇതിൽ ഞാൻ ഈ പല ആൾക്കാരും പല ജാർഗൺസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വേർഡ്സൊക്കെ എല്ലാം ചോദിക്കുന്നത്. ഇപ്പോൾ ഏഞ്ചൽസും VCസും ഒന്നും ഇപ്പം ഞാനൊക്കെ തന്നെ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇവർ പല പല വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ചിലപ്പോൾ ആ വേർഡ്സിൻ്റെ മീനിങ് വളരെ ചെറുതായിരിക്കും, പക്ഷേ അത് മനസ്സിലാവാത്തതുകൊണ്ട് ആ കൺവേഴ്സേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. ഇപ്പം സീഡ് റൗണ്ട് ഫണ്ട്, പ്രീ സീഡ്, സീഡ്, സീരീസ് എ, സീരീസ് ബി, ഇതൊക്കെ ആക്ച്വലി എന്താണ്? അതെ, പ്രീ സീഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഐഡിയ സ്റ്റേജിൽ നിൽക്കുന്നു, ഒരു MVP നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റിനൊക്കെയാണ് നമ്മൾ പ്രീ സീഡ് എന്നൊക്കെ പറയുക. ഒരു സീഡ് റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐഡിയ കറക്റ്റായി ഫിറ്റായി നമ്മളൊന്ന് പതുക്കെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റിന് വേണമെങ്കിൽ സീഡ് റൗണ്ട് എന്ന് പറയാം. അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റായി ഏർലി റവന്യൂ വന്നു തുടങ്ങി ഒരു 1 million ഫണ്ടൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻറ്റൊക്കെയാണ് സീരീസ് എ. അതിന് മുകളിലോട്ട് പോകുന്നത്. ഇതെല്ലാം ഫണ്ട് എടുക്കുന്ന പരിപാടി തന്നെയാണ്, പക്ഷേ ഓരോ പേരാണെന്നുള്ള ഓരോ സ്റ്റേജിനനുസരിച്ച്. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജ് റൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒരു അടുത്ത റൗണ്ട് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ബ്രിഡ്ജ് റൗണ്ട് ഉണ്ട്. ഇപ്പം ഇനിയാണ് നമ്മൾ ഡെപ്റ്റ് ഫണ്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ നോർമലി നമ്മൾ ഇക്വിറ്റി, അതായത് ഫണ്ട് ഇടുന്ന ആൾക്ക് നമ്മൾ ഇക്വിറ്റി കൊടുത്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സംസാരിച്ചത്. ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലോൺ പോലെയാണ് അല്ലേ? അത് തന്നെയല്ലേ ഡെപ്റ്റ് ഫണ്ട്? ഓക്കെ. അപ്പോൾ അതിനെ പറ്റി ഞാനിപ്പോൾ എനിക്കൊന്ന് ഇന്നലെ മനുവിൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ കണ്ടായിരുന്നു ഒരു ഡെപ്റ്റ് ഫണ്ടിനെ പറ്റി, അതൊന്ന് പറയാമോ? ഓക്കെ. ഇപ്പോൾ 2 തരത്തിലാണ്. ഏർലി സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ CGSS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. 2 വർഷം എക്സിസ്റ്റൻസ് ഉള്ള സ്റ്റാർട്ടപ്പുകൾക്ക് GST ടേൺ ഓവറിൻ്റെ 50% വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട് ലോൺ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വർഷമുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്, 1 കോടി ടേൺ ഓവർ GST പ്രകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ 50 lakhs വരെ നമുക്ക് അവൈൽ ചെയ്യാം, സബ്ജക്ട് ടു 10% ഇൻട്രസ്റ്റിന്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കീമാണ് ഇത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ അടച്ച് പോയാൽ മതി, ഗ്രാജുവലി അത് ക്ലോസ് ചെയ്താൽ മതി. ഇനി പ്രൊഫഷണൽ ഡെറ്റ് ഫണ്ടിങ് അല്ലെങ്കിൽ വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വരുന്നത് ഒരു സീരീസ് എ റൗണ്ടിലാണ്. ഒരു VC ഫേം ഫണ്ടഡ് ആയതിനു ശേഷം നമുക്കൊരു 1 million 2 million വരെ ഡെറ്റായിട്ട് 2 year 3 year കൊണ്ട് പേ ചെയ്യുന്ന ഒരു മോഡലാണ് വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്നത്. അത് ഹൈ എൻഡ് ടേൺ ഓവറിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ഫണ്ടിങ് വരുള്ളൂ. ആ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്, ഒരു 12% to 18% വരെ. പ്രൈവറ്റ് ഫേംസ് ആയിരിക്കും, അത് NBFC ത്രൂ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രൈഡ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അങ്ങനെ പല എന്താ പറയുക ഡെറ്റ് ക്യാപിറ്റൽ ഫേംസ് ആണ്, മുംബൈ ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് കൂടുതലും ഫണ്ട്. ബേസിക്കലി ഇക്വിറ്റി ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഫണ്ടിങ് ആണ്. അതെ. നമ്മളെ ഡെപ്റ്റ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ലോൺ, വിൽ ഹാവ് ടു റീപേ ഇറ്റ് ഓൺ ദ ടേംസ്. എനിക്ക് തോന്നുന്നു ബൈജൂസിൻ്റെ എനിക്ക് തോന്നുന്നു 1 billion എങ്ങാനോ, ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നമ്പർ, ബട്ട് ഇങ്ങനെ ഒരു ഡെപ്റ്റ് ഫണ്ടിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടതായിട്ട് ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ആസ് എ ഫൗണ്ടർ ഞാൻ ഡെപ്റ്റ് എടുക്കണോ ഇക്വിറ്റി എടുക്കണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ, ആ ഒരു സ്റ്റേജ് എന്തായിരിക്കണം? അത് ഏർലി സ്റ്റേജിൽ എന്തായാലും നമുക്ക് ഡെറ്റിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ റവന്യൂ വന്ന് തുടങ്ങിയാൽ ഇപ്പം അവിടെയാണ് ഒരു വിഷൻ വേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു 5 year കഴിയുമ്പോൾ എൻ്റെ കമ്പനി ഞാൻ കംപ്ലീറ്റ്ലി ബൈബാക്ക് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിലേക്ക് പോവോ, അല്ലെങ്കിൽ ഞാൻ എവിടെ നിൽക്കുമെന്ന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ തന്നെ മൈൽ സ്റ്റോൺസ് പ്ലാൻ ചെയ്യണം. ഒരു പ്രീ സീരീസ് എക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പതുക്കെ ഡെറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഗവൺമെൻറ് സ്കീംസുകളും പലതുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ KSIDC എന്ന് പറയുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 50 lakhs വരെ, അപ് ടു 50 lakhs വരെ 6% ഇൻട്രസ്റ്റിന് ഈവൻ ലോൺസ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ലെവലിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ലോൺസും കാര്യങ്ങളും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സീഡ് റൗണ്ടിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ പ്രൊഫഷണൽ ബാങ്ക് ബേസ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കപ്പാസിറ്റി വേണം. ഈ ലോണിൻ്റെ കേസിലും ഞാനൊരു കാര്യം ആഡ് ഓൺ ചെയ്യാൻ വിചാരിക്കുന്നത്, ഇപ്പം ലോൺ ആയാലും ഡെപ്റ്റ് ഫണ്ട് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ആൾക്കാർ ഇപ്പം
ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂട്യൂബിൽ ആൾക്കാർ വിളിക്കുന്നതുകൊണ്ടാണ് ഈ കുറച്ച് കോൺടാക്ട്സുകൾ അറിയുന്നത്. ചില ആൾക്കാരെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമായിരിക്കും. അതിൻ്റെ ഓഫീസ് സെറ്റപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 20 ലക്ഷം 30 ലക്ഷമൊക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല. കാരണം നിങ്ങൾ ആ ഡെപ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റ് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു റവന്യൂ ബൂസ്റ്റ് ഉണ്ടാവുന്ന ലെവൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ചെയ്യായിരിക്കും നല്ലത്. ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഫണ്ട് വേണം. ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു ബിസിനസ് മോഡൽ ഉണ്ട്, ഓൾറെഡി യു ആർ റവന്യൂ മേക്കിംഗ്, ബട്ട് യു നീഡ് ടു സ്കെയിൽ ഇറ്റ്. അതിന് വേണ്ടി നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ടൊരു എമൗണ്ട് വേണം. ഷോർട്ട് ടേം ഇറ്റ് കുഡ് ബി ഷോർട്ട് ടേമോ ലോങ് ടേം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡെപ്റ്റ് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ആപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഫർണിഷ് ചെയ്യാനോ ഒന്നും ഡെപ്റ്റ് എടുക്കുന്നത് അത്ര ഒരു അടിപൊളി കാര്യമല്ല. ഓക്കെ, അപ്പം അത് അറ്റ്ലീസ്റ്റ് ഇൻ ദ ഏർലി സ്റ്റേജ് മേ ബി കമ്പനി ഈസ് ഓൾറെഡി റവന്യൂ മേക്കിംഗ്, നല്ലൊരു ഓഫീസ് വേണം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ലോണൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ ഐഡിയ ആയി, നമുക്ക് നല്ല കോഫൗണ്ടേഴ്സായി, എനിക്ക് നല്ല ഇൻവെസ്റ്റർ വന്നു, ഞാൻ ടേൺ ഓവറൊക്കെ കൂടി കമ്പനി അത്യാവശ്യം ലെവലിലോട്ട് എത്തി. പക്ഷെ അപ്പോഴും ഇതിലൊരു മിസ്സിങ് പീസ് ഉണ്ട്. അതായത് എനിക്ക് നല്ല എംപ്ലോയീസ് വേണം. എംപ്ലോയീസ് എപ്പോഴും എനിക്കറിയില്ല, ഈ കമ്പനിയിലൊരു നമ്മൾ പറയാം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു അസറ്റാണ്. കാരണം ആൾക്കാർ ഐഡിയ എൻ്റെതാണ്, ഇൻവെസ്റ്റർ പറയാം പൈസ എൻ്റെതാണ് എന്ന് പറയും. പക്ഷേ ഈവൻ ദോ വി ഹാവ് ദ പ്ലാൻ, വി നീഡ് പീപ്പിൾ ടു ഡു ഇറ്റ്. അപ്പം എക്സിക്യൂഷൻ ആക്റ്റീവ്ലി ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യാൻ നമുക്ക് ആൾക്കാർ വേണം. അവർ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അവരെങ്ങനെ നിന്ന് പണിയെടുപ്പിക്കാനൊന്നും പറ്റില്ല, അടിമത്തക്കാലൊക്കെ കഴിഞ്ഞു. അപ്പം അവരും കൂടി ഒരു ഓണർഷിപ്പ് എടുക്കുന്ന ലെവലിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് തിങ്, നല്ല എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ നമ്മുടെ ക്യാപ് ടേബിൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ വേണം തോന്നും. അതിനൊരു ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ള സംഭവമുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം കോറായിട്ടുള്ള ടീം നമുക്ക് ലോങ് ടേബിളിലേക്ക് ഉണ്ടായാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഓണർഷിപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണർഷിപ്പ് കൊടുക്കാനായിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോർമലി ക്യാപ് ടേബിളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 5 to 10% ഒക്കെ ഈ സോപ്പിലേക്ക് മാറ്റി വെക്കാൻ പറ്റിയാൽ ലോങ് ടൈമിലേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഷെയറിൻ്റെ പ്രൈസിന് ഒരു ഡിസ്കൗണ്ടർ പ്രൈസിൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്, സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. നോർമലി ഒരു 2 year എങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് ഈ സോപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ കമ്പനിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 രൂപ വാല്യുവേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു 800 രൂപയ്ക്കോ അല്ലെങ്കിൽ 700 രൂപയ്ക്കോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുന്നു. നാളെ കമ്പനി പ്രൈവറ്റ് ആണെങ്കിലും ലിസ്റ്റഡ് കമ്പനി അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിന് വരെ ഇത് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാജുവലി ഇതൊരു വാല്യുവേഷൻ വന്നു കഴിയുമ്പോൾ ഈ 700 എന്ന് പറയുന്നത് 1000, 1500, 2000 ആയിട്ട് മാറും. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ പല ഫ്രണ്ട്സിനും ഒക്കെ ഈ കോളേജിൽ നിന്ന് അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ അതിനോട് പാക്കേജിന്റെ കൂടെ കുറച്ച് ESOPും കൂടി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ESOP ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാക്കേജ് 20 lakh 30 lakh പാക്കേജുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഒരു 5 lakh ഒക്കെ ESOP ആയിരിക്കും. ഈ ESOP എന്നുള്ളത് ആ ഒരു കമ്പനിയുടെ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഷെയർ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ അല്ല. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആ കമ്പനി ചിലപ്പം ഒന്നെങ്കിൽ ലിസ്റ്റ് ചെയ്യാം, IPOയിൽ പോവാം. ഫോർ എക്സാമ്പിൾ Paytm പോലെ, നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ ഇത് ഓല വന്ന പോലെ അങ്ങനെ ലിസ്റ്റഡ് ആവാം. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം മാർക്കറ്റിൽ എന്താണോ വാല്യൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ ചിലപ്പം പോസിബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ കമ്പനി തന്നെ ESOP ബൈബാക്ക് ചെയ്യുന്ന ബൈബാക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റൗണ്ടിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നു ESOPനും നേരത്തെ പറഞ്ഞ പോലെ ഒരു വെസ്റ്റിംഗ് സംഭവങ്ങളുണ്ട് അല്ലേ, ഒരു ക്ലിഫ് ആൻഡ് വെസ്റ്റിംഗ്സ്. അതൊരു മൈൽ സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. കാരണം അവർ റിട്ടൈൻ ചെയ്യാൻ വേണമല്ലോ, നമ്മൾ കൊടുക്കുന്നൊരു ബെനിഫിറ്റ് ആണ് അവർക്ക് ആ മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്താൽ മാത്രമേ രണ്ടുപേർക്കൊരു വിൻ വിൻ ആയിട്ടുള്ള സിനാരിയോ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നോർമലി 2 to 3 year വരെയൊക്കെ നമ്മൾ കാര്യങ്ങളൊന്ന് ഗ്രാജുവലി വെസ്റ്റ് ചെയ്യുന്ന മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരെ, എംപ്ലോയീസിനെ ഒരു ഓണറിനെ പോലെ തന്നെ കാണുന്നതാണ് ESOP എന്നുള്ളത്. അപ്പോൾ ഒരു ഐഡിയൽ ഇപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പം ഏതായാലും എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ESOPന് ഒരു അലോക്കേഷൻ ഞാൻ ആദ്യമേ ചെയ്യുന്നത് നല്ലതല്ലേ? അതെ, നമ്മളൊരു പൂള് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ESOP സ്കീം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 5 to 10% വരെയൊക്കെ ESOPന് നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. ഒരു ESOPന് ഒരു ഫ്യൂച്ചറിൽ വരുന്ന ഇതിന് വേണ്ടി വെക്കാൻ പറ്റും. ഇതിൽ ഒരു കാര്യം ഞാനിതിൽ ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ്, എനിക്ക് ഐഡിയ ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കണം, അതേപോലെ പൊട്ടൻഷ്യൽ പാർട്ട്ണറാകാൻ പോകുന്ന ആൾക്കാരോട് സംസാരിക്കണം. പല ആൾക്കാരോട് ചിലപ്പോൾ മേ ബി കൺസൾട്ടൻസിനോടൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ സംസാരിക്കുമ്പോൾ
എൻ്റെ ഐഡിയ പുറത്തു പോകുമോ, എൻ്റെ ഐഡിയയുടെ ഒരു യുണീക്നെസ് ഉണ്ട്, അത് വേറെ ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾ എന്നേക്കാൾ റിസോഴ്സ് ഉള്ള ആളായിരിക്കും, അയാൾ അത് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം അതെങ്ങനെ ഞാൻ ടാക്കിൾ ചെയ്യാൻ പറ്റും? നമ്മൾ ടെക്നിക്കലി അതിൻ്റെ സൊല്യൂഷൻ NDA മാത്രമാണ്, നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ വളരെ ക്രിസ്പായിട്ട് മാത്രം സംസാരിക്കുക, പറയേണ്ടവിടത്ത് മാത്രമേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് NDA കൊണ്ടുപോയി സൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കാളും ഒരു അപ്പർ പൊസിഷൻ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ആദ്യമേ തന്നെ NDA ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. ഗ്രാജുവലി നമുക്ക് വേണമെങ്കിൽ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം, ഞങ്ങൾ കോൺഫിഡൻഷ്യൽ കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് പേറ്റൻറ്റിൽ അപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ്, അപ്പോൾ സാർ ഒന്ന് NDA ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്ത് തന്നിരിക്കാം. ആ ഒരു മെത്തേഡിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെ ഒരു പരിധി വരെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഒരു ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ അല്ലെങ്കിൽ പാർട്ട്ണറെ കാണുമ്പോൾ NDA ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതൊരു ചിലപ്പോൾ ഇൻസൾട്ടിങ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഓക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ദർ ഇസ് എൻ ഓപ്ഷൻ ഫോർ ദാറ്റ്. NDA നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി ഒക്കെ നിങ്ങൾ ഏത് പൊസിഷനിലാണ്, നിങ്ങൾ ഏത് നെഗോഷിയേഷൻ പൊസിഷനിലാണെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സ്ഥിരം വരുന്നൊരു ഡൗട്ടാണ്, ഇപ്പം മേ ബി ദിസ് ഇസ് റിലേറ്റഡ് ടു NDA, ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഡൗട്ട്സ്. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ പേറ്റൻറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ സോഫ്റ്റ്വെയർസിൻ്റെ ചില അൽഗോരിതംസ് ഒക്കെ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ഡെലിവറി ആപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ട്, ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് വേറെ ആൾ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ലീഗലി എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പേറ്റൻറ്റബിലിറ്റിക്ക് ഒരു സാധ്യതയുണ്ട്. ഇനി കോഡിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള കോഡിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോപ്പിറൈറ്റിനും ഒരു പേറ്റൻറ്റിനും കൂടി മിക്സ് ആണ് നമ്മളിൽ ചെയ്യേണ്ടത്, രണ്ടും ചെയ്യേണ്ടത്. പക്ഷേ ഒരു പ്രോബ്ലം, ഈ പേറ്റൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇറ്റ് വിൽ ടേക്സ് അറൗണ്ട് 1 to 3 lakhs നമുക്ക് എക്സ്പെൻസ് വരുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഗ്രാജുവലി അതായിരിക്കും നമുക്ക് ഈ പറയുന്ന ഗുണമായിട്ട് മാറാനും സാധ്യതയുള്ളത്. പക്ഷേ അപ്പോൾ ഞാൻ ഒരു ജനറൽ സാധാരണക്കാരൻ്റെ ടോണിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം മാർക്കറ്റിൽ ഒരു ബിസിനസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിനൊരു കോപ്പി കുറേ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു നമുക്കത് ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു ഐഡിയ യുണീക്ക് ആണെന്ന് വിചാരിക്കാം, ഇൻ ദ സെൻസ് ഓഫ് അതിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ ഞാൻ അതിലൊരു IP ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഹാർഡ്വെയർസോ ഒരു കാര്യം ഉപയോഗിക്കുന്നില്ല, അത് ഓപ്പറേഷണലി ഇറ്റ്സ് യുണീക്ക്. അങ്ങനെയുള്ള കേസിൽ അതേപോലെ ഒരു ഐഡിയ വേറെ ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏതെങ്കിലും രീതി, കാരണം അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗി വന്നു, പല അതേപോലത്തെ ആപ്പുകൾ വന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലോൺ വരാനുള്ള പോസിബിലിറ്റി എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും രീതി? നോർമലി ഈ പറഞ്ഞ പോയിന്റിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോസസ്സിൽ യൂണിക്നെസ് ഉണ്ട്, എന്തെങ്കിലും IP പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലീഗൽ നോട്ടീസ് അയച്ച് അവരെ നിന്ന് റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബെറ്റർ ആയിട്ട് ഒരു നീഷ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ കൂടുതൽ പെർഫോം ചെയ്യുക, കസ്റ്റമറെ കൂടുതൽ. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഇതിങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, വേറെ ആൾക്കാർ ചെയ്യാതെ. അപ്പം ബേസിക്കലി ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ഇടയ്ക്ക് തന്നെ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അത് ആക്ച്വലി ചെയ്യുന്നത് ഡെലിവറി ടൈമിനെ വിത്തിൻ 3 minutes ആക്കി. നോർമലി ബ്ലിങ്കിറ്റും ബാക്കി എല്ലാവരും 10 minutes ആണെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ട് 3 minutes ആക്കി. അവർക്ക് ഇപ്പോൾ എത്രയോ 1 million ഫണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നീഷായിട്ട് എന്തെങ്കിലും നമ്മുടെ യൂണിക്നെസ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി ഈസി ആയിരിക്കും. പക്ഷേ വേറൊരു കമ്പനി ഞങ്ങളും 3 minutes കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, IP ക്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് കാര്യം. അപ്പോൾ ഈ പ്രോസസ്സിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഇഫ് യു ആർ യൂസിങ് എ സ്പെസിഫിക് ഹാർഡ്വെയർ, ഒരു സ്പെസിഫിക് സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഹാർഡ്വെയർ ആണ്, ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, IP ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി ഒരു ഫണ്ട് റേസിങ്ങിനെ പറ്റി കുറച്ചൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കും, എനിക്ക് ഫണ്ട് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ വഴിക്ക് പോകണം എന്നുള്ളതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത കുറേ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻവെസ്റ്ററിലേക്ക് എത്താന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിലൂടെയും പല ഏഞ്ചൽ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് വരിക. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിട്ടുപോകുന്നൊരു ഏരിയയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ US, ഇപ്പോൾ NRIs ആണ്, ഇപ്പോൾ അവിടെ ഒരുപാട് പൊട്ടൻഷ്യൽ പ്ലേയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അവരിലേക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ FDI എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി. ഇപ്പോൾ ലാസ്റ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനീസും വെളിയിൽ നിന്നാണ് ഫണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ലീഗലായിട്ടൊരു കമ്പനി നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും RBIയുടെ പെർമിഷനോട് കൂടിയിട്ട് വിത്ത് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ് നമുക്ക് ഫണ്ട് ഇക്വിറ്റി മോഡൽ റേസ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു
റീസെന്റ് ഈ ഇങ്ങനെ ഫണ്ട് എടുക്കുന്ന ഏഞ്ചൽ ടാക്സ് കഴിഞ്ഞ ബജറ്റിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ലീഗലി അവർ സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യണം. സെക്ടേഴ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ സെക്ടറിലും കയറി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാസിലൊക്കെ ആണെങ്കിൽ 99% വരെ നമുക്ക് പോസിബിലിറ്റി. രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ പേര് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് രണ്ട് സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, US-ലും യൂറോപ്പിലൊക്കെ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ലീഗലാണ്. അതായത് ഷെയർ കൊടുക്കാതെ തന്നെ നമുക്ക് പൈസ വാങ്ങിക്കാം. അപ്പോൾ അവർ ഫോറിനിൽ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഫണ്ട് റേസ് ചെയ്യുകയും ആ ഫണ്ടിനെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മോഡൽ ചെയ്യാനും ലീഗലി പോസിബിൾ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FDIയുടെ ഒരു ഡെറ്റ് വേർഷനാണ് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് എന്ന് പറയുക. ഇപ്പോൾ സിലിക്കൺ വാലി ബാങ്ക് ഒക്കെ 1 to 2% ആണെന്ന് തോന്നുന്നു ലെൻഡ് ചെയ്യുന്ന റേറ്റ്. നമുക്ക് അത് തന്നെ ഇവിടേക്ക് ഒരു 4% കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെ നിന്ന് ലീവറേജ് എടുക്കാൻ പറ്റും, നമ്മുടെ ഫണ്ട് റൈസിങ് റേഞ്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ എങ്ങനെ സ്മൂത്ത് ആക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ FDIയുടെ കേസിൽ എനിക്ക് തോന്നുന്നത് ഈ ഏഞ്ചൽ ടാക്സ് എന്നുള്ളത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണോ? അതായത് ഇൻഡിവിജ്വലിനേക്കാൾ ഉപരി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ ഒരു സെബി റെക്കഗ്നൈസ്ഡ് ഫണ്ടിൽ നിന്ന് വരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഫണ്ട് കൊടുക്കുമല്ലോ, പേഴ്സണൽ കപ്പാസിറ്റിയിലോ ഒരു കൂട്ടമായ ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അതായിരുന്നു മുമ്പ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത്. അതിനെയാണ് അബോളിഷ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അതായത് സോ ഞാനതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നിങ്ങളുടെ കമ്പനിയിലോട്ട് വിത്ത് സെർട്ടൻ റെസ്ട്രിക്ഷൻ, ഓഫ് കോഴ്സ് ഫീൽഡ് ടു ഫീൽഡ് ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഫണ്ട് എടുക്കാം. ആ ഫണ്ട് എടുക്കുന്നതിന് പണ്ട് അതിനൊരു ഏഞ്ചൽ ടാക്സ് എത്രയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്? നോർമൽ 30% വരെയൊക്കെ 30% വരെ അതിന് ടാക്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ 1 CR ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 CR തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള എസ്പെഷ്യലി GCC എന്നൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള. ഇപ്പോൾ US യൂറോപ്പ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതേപോലെ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് കുറേ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വേണ്ട. നോർമലി 3 കാര്യങ്ങളാണ്. ഒന്ന്, RBIയുടെ പെർമിഷൻ വേണം. ഫസ്റ്റ് പെർമിഷനാണ് എടുക്കേണ്ടത്. 2, നോർമലായിട്ടുള്ള വാല്യുവേഷൻ വേണം. പിന്നെ കംപ്ലയിൻറ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഫണ്ട് എടുത്താൽ അത് തലവേദന ആവുകയും ചെയ്യും. ഉണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മോഡലാണ്. ഇത് കുറേയും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റർക്ക് ഷെയർ കൊടുത്തതിന് ശേഷം മാത്രമേ കമ്പനിയിലേക്ക് പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ. പല ആളുകളും ചെയ്യുന്നത് ആദ്യം ഫണ്ട് വാങ്ങി വെക്കും, പിന്നീടാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും. ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നാളെ ഒരു പബ്ലിക്കലി കേസ് വരാൻ സാധ്യതയുള്ള ഒരു സിനാരിയോയും കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രവണത ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഫണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് കംപ്ലയിൻസ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ ഐഡിയ എത്ര നന്നായിട്ടും ഓപ്പറേഷൻസോ അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കംപ്ലയൻസിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി മൊത്തത്തിൽ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. എസ്പെഷ്യലി നിയമപരമായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഈ നിയമങ്ങളെല്ലാം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോപ്പർ നടത്തിപ്പിന് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഫണ്ടിങ് എടുക്കുന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു നല്ലൊരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട്, മനുവിനെ പോലെ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ട് പേപ്പർ വർക്ക്സ് എല്ലാം കറക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ കോറായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുമായിട്ട് വന്നപ്പോൾ ഞാൻ GSTയുടെ കേസിൽ തന്നെ ഏതൊരു ഫേം ആക്ച്വലി ഒരു ഓഫ്ലൈൻ എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ആയിരുന്നു. അവരെന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ GST രജിസ്ട്രേഷൻ ചെയ്യാതെ അവർക്ക് GST റെയ്ഡ് വന്നിട്ട് നല്ലൊരു എമൗണ്ട് ഫൈനൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസ് മൊത്തം അവിടെ സ്റ്റക്കായി. അപ്പോൾ GST കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു എന്താ പറയുക, അതൊരു വലിയ ഹെഡേക്ക് ഒന്നുമല്ല. നമ്മൾ എല്ലാ സമയത്തും അത് കൊടുത്തു പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ഡ്യൂ ആകുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കംപ്ലയൻസസ് എല്ലാം രജിസ്ട്രേഷൻ ആയാലും നിങ്ങൾ GST ആണെങ്കിലും ഈവൻ FDIയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്സിനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് മേ ബി അത് നിങ്ങളെ ബിസിനസ്സിൻ്റെ എൻ്റയർ ഓപ്പറേഷൻസിനെ ബാധിക്കും. മേ ബി യു വിൽ ഹാവ് ടു ക്ലോസ് ഇറ്റ് ഡൗൺ. സോ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ഒരാൾ നമുക്കിപ്പോൾ അയാളെ കുറച്ച് ഹെൽപ്പുകൾ വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉള്ളതല്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി അവർക്ക് ഡൗട്ടുകൾ ഉണ്ട് എന്നുള്ളതെങ്കിൽ എങ്ങനെ മനുവിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? ഒന്ന് ലിങ്ക്ഡിനിൽ നമ്മൾ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് തന്നെയുണ്ട്, elevate.ghc growth lab എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് മെൻറ്റർഷിപ്പ് എടുക്കാനും അതേപോലെ ഓഫീസ് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫീസായിട്ട് പ്രൈമറി ബന്ധപ്പെടാം, എന്നിട്ട് ഒരു ഗൈഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം സർവീസുകൾ കാര്യങ്ങളിലേക്ക് പോയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇനീഷ്യൽ ടോക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് GHC ഗ്രോത്ത് ലാബിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ മനുവിനെ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലും കണക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോസ്റ്റുകളൊക്കെ ഇടുന്ന ആളാണ് മനു. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവുമാണ്.
ഒരു ഇനീഷ്യൽ ടോക്ക് നിങ്ങൾ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് നന്നായി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറിയാണ്. നമുക്കെന്താ പറയുക, യൂഷ്വലി നമ്മൾ ഇത് ഇപ്പം ഞാൻ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ വന്ന് ഒരു CS-നോട് സംസാരിക്കുമ്പോൾ പുള്ളി പല പല ജാർഗൺസ് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ആ കൺഫ്യൂഷൻസ് എന്നുള്ള സാധനം കുറച്ചും കൂടി ലൈറ്റായിട്ട് പറഞ്ഞു തരുന്ന ആളാണ് മനു. ഓക്കെ, കാര്യങ്ങളിങ്ങനെ ഇതാണ് ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈവൻ നമ്മൾ ആ GST-യുടെ കേസിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് ഒരു കോഫി ഷോപ്പിൽ ഇരുന്നാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര കാഷ്വലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് മുകളിലായി എന്ന് തോന്നുന്നു നമ്മുടെ ഈ ഡിസ്കഷൻ. അപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈവൻ ഞാനൊരു കാര്യം പറയാൻ വിട്ടു വരുന്നത്, നമ്മുടെ കമ്പനിയുടെ ഫണ്ടിങ് FDI ലെവൽ സാധനങ്ങളെല്ലാം കംപ്ലയൻസസും ഹാൻഡിൽ ചെയ്യുന്നത് മനുവാണ്. അപ്പോൾ ആ ലെവൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലിസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ SME ലിസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലാതെ ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് സ്റ്റോക്ക് മാർക്കറ്റ് വേറെ ഉണ്ട് അല്ലേ? അതാണ് SME ലിസ്റ്റിംഗ്. അത് മനു പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് തന്നെ. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത്. കാരണം ഞാൻ ആ കാര്യത്തിനെ പറ്റി അങ്ങനെ വലിയ നോളജുള്ള ആളൊന്നുമല്ല. അപ്പം നിങ്ങളുടെ കമ്പനി ഒരു SME ലിസ്റ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനുവിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് മനുവിനെ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സോ യാ, അപ്പോൾ നമ്മൾ ഇത്ര ടൈം ആയതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ താങ്ക് യു. ഏതായാലും വേറെ പോഡ്കാസ്റ്റിന് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് താങ്ക് യു. So I wish you all the best for the GSC Growth Lab, and definitely I will also contribute something to it. Okay. Thank you, Shahin. Yes.